ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കാനുണ്ട്. നമ്മൾ പല വിഷയങ്ങളാണ് സാധാരണഗതിയിൽ ചർച്ച ചെയ്യാറ്. താല്പര്യമുള്ള വിഷയങ്ങളുണ്ടാകും, താല്പര്യമില്ലാത്ത വിഷയങ്ങളുണ്ടാകും. പക്ഷേ ഇന്നത്തേത് സമൂഹത്തെ ആകെ ബാധിക്കുന്നൊരു വിഷയമാണ്. സാധാരണഗതിയിൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങൾ, പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾ, ഇതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ സ്വീകരണ മുറിയിൽ ഇത്തരം വിഷയങ്ങൾ കേൾക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ പലർക്കും ഒരു ആശങ്കയൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മളെല്ലാവരും നമ്മൾ പൊന്നുപോലെ വളർത്തുന്ന കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിശ്വസിച്ച് പൊതുവിടങ്ങളിലേക്കൊക്കെ അയക്കുന്നവരാണ്. നമ്മൾ കണ്ടതോ കേട്ടതോ ഇത്രനാൾ പരിചയിച്ചതോ ആയ ഒരു സാമൂഹ്യ സാഹചര്യമല്ല നമ്മുടെ മുന്നിലുള്ളത് എന്ന് അനുദിനം തെളിയിക്കുന്ന പല കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞിനെ, ഷഹബാസ് എന്നു പേരുള്ള ഒരു കുഞ്ഞിൻ്റെ ശരീരം സംസ്കരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഉയരുന്ന നിലവിളികൾ നമ്മൾ കാണുന്നുണ്ട്. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് കൈപിടിക്കുന്നവർ, കൈ പിടിച്ച് മുന്നോട്ട് നടക്കുന്നവർ എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ആ കൂട്ടത്തല്ലിൽ പൊരിഞ്ഞു പോയത് ഒരു കുടുംബത്തിൻ്റെ സ്വപ്നവും ഒരു കുഞ്ഞിൻ്റെ ജീവനുമാണ്. ഇങ്ങനെ പലയിടങ്ങൾ എണ്ണി പറയാൻ എത്ര എണ്ണം നമുക്ക് വേണം? 10ാം ക്ലാസ്സിൽ കൂട്ടത്തലിൽ പരിക്കേറ്റൊരു വിദ്യാർത്ഥിയാണ്, 10ാം ക്ലാസ്സിൽ വിദ്യാർത്ഥികളുടെ കൂട്ടത്തലിൽ പരിക്കേറ്റൊരു വിദ്യാർത്ഥിയാണ് അങ്ങനെ മരിച്ചു പോയത്. 10ാം ക്ലാസ്സുകാരുടെ യാത്രയയപ്പിൽ ലഹരി പാർട്ടി നടക്കുന്നത് നമ്മൾ കണ്ടു, ഇല്ലേ? ഇവിടെ ഒരു ബികോം വിദ്യാർത്ഥികളുടെ തല ചവിട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. മിഹിർ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് ടോയ്ലറ്റ് മുഖം കൊണ്ട് വൃത്തിയാക്കിപ്പിച്ചത് നമ്മൾ കണ്ടു. പാലക്കാട് ഒറ്റപ്പാലത്ത് ഇന്ന് സഹപാഠിയുടെ മൂക്കിൻ്റെ പാലമിടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. ഇന്നത്തെ സംഭവമാണത്. അങ്ങനെ കോട്ടയത്ത് നഴ്സിംഗ് കോളേജിൽ നമ്മൾ കൂട്ടുകാർ, വിദ്യാർത്ഥികൾ ഉപദ്രവിക്കുന്നത് സഹിക്കാൻ കഴിയാതെ ഒരു കുഞ്ഞു കിടന്ന് കരയുന്നതും ആ കരച്ചിൽ കേട്ട് വിദ്യാർത്ഥികൾ ചിരിക്കുന്നതും നമ്മൾ കണ്ടു. ഈ തരത്തിൽ നമുക്ക് എണ്ണിയെടുത്തു പറയാൻ കഴിയുന്ന തരത്തിലുള്ള അരാജകത്വം നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടയിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ തിരുത്തൽ വേണ്ടതുണ്ട്. അത് സമൂഹത്തിനാകെ പെട്ടെന്നുണ്ടാകുന്ന ഒന്നല്ല. ഒരാൾ ഒരു തിരുത്തിന് തയ്യാറാകുന്നിടത്താണ് അങ്ങനെ സമൂഹത്തിനൊരു മാറ്റം ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ ആ സമൂഹം, അത് നമ്മളടക്കമുള്ള സമൂഹം അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വിഷയം നമ്മൾ വ്യക്തിപരമായി കൂടി ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പൊതു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് നമ്മളോടൊപ്പം അല്പസമയം ഉണ്ടാകും. മന്ത്രി ആർ ബിന്ദുവിനെ നമ്മൾ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ പി എ ഇസ്മായിൽ ഷഹബാസിന്റെ സ്കൂളിലെ അധ്യാപകനാണ്, ഡെപ്യൂട്ടി HM ആണ് അദ്ദേഹം. അതുപോലെ തന്നെ കൊച്ചിയിൽ നായ്ക്കുരണ പൊടി ദേഹത്ത് വിദ്യാർത്ഥികൾ എറിഞ്ഞതിൻ്റെ പേരിൽ വലിയ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു വിദ്യാർത്ഥിയുണ്ട്. ആ വിദ്യാർത്ഥിയുടെ അമ്മ രേഖ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ ചർച്ചയിൽ. KK സുബൈൽ ബാലാവകാശ വിദഗ്ധൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിഷ്ണു ജെ മുരളീധരൻ, നവമാധ്യമ പ്രവർത്തകൻ. ഇങ്ങനെയാണ് നമ്മുടെ വിപുലമായ പാനൽ. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. നമ്മളോടൊപ്പം ആദ്യഘട്ടത്തിൽ മന്ത്രി എം ബി രാജേഷാണ് ചേരുന്നത്. മിനിസ്റ്റർ നമസ്കാരം. ഷഹബാസിന്റെ മരണം, അതുണ്ടാക്കുന്ന നടുക്കം, ഇതെല്ലാം നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടതും ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ ജാഗ്രത വേണ്ടതുമാണ്. അതിനൊപ്പം സംസ്ഥാനത്ത് പലയിടങ്ങളിലായി ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞതുപോലെ ചിലതെന്നോ ഒറ്റപ്പെട്ടതെന്നോ പറയാൻ കഴിയാത്ത സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയുമാണ്. നമ്മുടെ കുട്ടികൾ ഈ വഴിയിലല്ല പോകേണ്ടത് എന്നവരെ തിരുത്തേണ്ടതല്ലേ? ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളും അതിൻ്റെ വാർത്തകളുമെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഹിംസ ആഘോഷിക്കപ്പെടുന്നു എന്നതാണ്. സെലിബ്രേഷൻ ഓഫ് വയലൻസ് എന്ന അപകടകരമായൊരു സ്ഥിതിവിശേഷമാണ് പൊതുവിൽ സമൂഹത്തിൽ കാണുന്നത്, പ്രത്യേകിച്ച് കൗമാരക്കാരിലും ചെറുപ്പക്കാരിലും കാണുന്നത്. അങ്ങേയറ്റത്തെ ഹിംസയുടെ ഒരു ആഘോഷം സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കൂട്ടത്തോടെ കുട്ടികൾ, നൂറുകണക്കിന് കുട്ടികൾ ചേർന്നാണ് ഒരാളെയൊക്കെ തല്ലിച്ചതയ്ക്കുന്നത്. ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. നമ്മുടെയൊക്കെ വാട്സാപ്പിൽ ഇത്തരം എത്ര വീഡിയോകളാണ് വരുന്നത്. പലതും കേരളത്തിൽ സംഭവിക്കുന്നതാണെന്ന് നമുക്ക് അത്ഭുതം തോന്നും. അപ്പോൾ അത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് വയലൻസിൻ്റെ ഗ്ലോറിഫിക്കേഷൻ നടക്കുന്നുണ്ട്, മഹത്വവൽക്കരണം, ഹിംസയുടെ മഹത്വവൽക്കരണം നടക്കുന്നു. അപ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മളൊരു സമൂഹം എന്ന നിലയിൽ ആ സമൂഹത്തിൻ്റെ മാനസികാരോഗ്യത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണിത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ അടുത്ത കാലത്തിറങ്ങിയ സിനിമകളെക്കുറിച്ച് പലരും വിമർശനം ഉന്നയിക്കുകയുണ്ടായിട്ടുണ്ട്. ഇത്തരമൊരു ഹിംസയുടെ ഗ്ലോറിഫിക്കേഷൻ നടത്തുന്ന, മഹത്വവൽക്കരണം നടത്തുന്ന സിനിമകളെക്കുറിച്ച്. ഞാൻ ഈ സിനിമകളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ചർച്ചകളെല്ലാം വന്നപ്പോൾ ചിലതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ച സമയത്ത്, അതിൻ്റെ ഈ റിവ്യൂ ഒക്കെ നോക്കുന്ന സമയത്ത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു സിനിമയുടെ അവകാശവാദം ദ മോസ്റ്റ് വയലന്റ് ഫിലിം എന്നാണ്. അതൊരു അവകാശവാദമായിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. അങ്ങ് ഏറ്റവും ഹിംസാത്മകമായിട്ടുള്ളൊരു ചിത്രം എന്നത് അവകാശവാദമാവുന്നു. അതിന് വലിയ സ്വീകരണം കിട്ടുന്നു. അപ്പോൾ എല്ലാം തല്ലി തീർക്കാമെന്നും കൊന്നു തീർക്കാമെന്നുമുള്ള
സന്ദേശം. ഹിംസയാണ് എല്ലാത്തിനുമുള്ള പരിഹാരം, വയലൻസാണ്, കൈക്കരുത്താണ് എന്ന അപകടകരമായൊരു സന്ദേശം നൽകുന്നുണ്ട്. സിനിമ മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, സിനിമയ്ക്ക് അതിലൊരു പ്രധാനപ്പെട്ട പങ്കുണ്ടെന്ന് നിഷേധിക്കാനേ പറ്റാത്ത കാര്യമാണ്. എന്നാൽ പക്ഷേ മിനിസ്റ്റർ, ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഉൾപ്പെടുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അക്രമ പ്രവർത്തനങ്ങളുടെ ആലോചനാമുറികളായി മാറുകയാണ്. ഒരു കൂട്ടം കുട്ടികൾ, മിനിസ്റ്റർ തന്നെ പറഞ്ഞ പോലെ, പാടില്ല എന്നൊരാൾ പോലും തിരുത്താത്ത രീതിയിൽ ഒരുപോലെ അക്രമങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയുമാണ്. അക്രമിക്കൂട്ടങ്ങളുടെ സ്വാഗ് ആരാധിക്കുകയാണ്. കോട്ടയം നഴ്സിംഗ് കോളേജിൽ നമ്മൾ കണ്ടു, 2 തരം കുട്ടികളാണ്. ഒരാൾ വേദന സഹിക്കാതെ കരയുന്നു, മറ്റുള്ളവർ ചിരിക്കുന്നു. ആ കൂട്ടത്തിൽ ആരും അത്തരം പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് പറയുന്നില്ല, മതി എന്ന് പോലും പറയുന്നില്ല. ഒരു തവണയല്ല, തുടർച്ചയായിട്ടുണ്ടാവുകയാണ്. ഈ നിലയിലേക്ക് ക്രിമിനൽ സംഘങ്ങളായി ഞാനതാ പറഞ്ഞത്, നമ്മൾ സമൂഹം എന്ന നിലയിലുള്ള മാനസികാരോഗ്യത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം. ഒരു ഭാഗത്ത് ഹിംസയുടെ മഹത്വവൽക്കരണം, ഹിംസ നോർമലൈസ് ചെയ്യപ്പെടുന്നു, വളരെ സാധാരണമായിട്ടുള്ള കാര്യമായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് നിസ്സഹായനായിട്ടുള്ളൊരു മനുഷ്യനെ കൂട്ടം ചേർന്നിരുന്ന് പീഡിപ്പിച്ച് രസിക്കാൻ കഴിയുന്നത് സാഡിസ്റ്റുകളായിട്ട് മാറുന്നത്. ഹിംസ നോർമലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ കാണേണ്ടത് ആത്മഹത്യകൾ പെരുകുന്നു എന്നത്. ഇന്ന് ഏതൊരു പത്രത്തിൻ്റെ മുഖപ്രസംഗം അതിനെക്കുറിച്ചാണ് ഉള്ളത്. ഒപ്പം ലഹരിയുടെ ഉപയോഗവും. ഇതെല്ലാം ചേർന്ന് നമ്മൾ നോക്കുമ്പോൾ ഗൗരവമായി നാം മാനസികാരോഗ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായ ആലോചനകൾ ഇന്ന് ആവശ്യമായി വന്നിരിക്കുന്നു എന്ന് വേണം കാണാൻ. പ്രത്യേകിച്ച് കൗമാരക്കാരുടെ കാര്യത്തിൽ നോക്കൂ, 2 അഭിപ്രായങ്ങൾ, 2 വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ. ചെറിയ കാര്യങ്ങളാവും, ദാർശനികമോ പ്രത്യയശാസ്ത്രപരമോ ഒന്നും ആവണമെന്നില്ല. 2 അഭിപ്രായം വരുന്നു, ഒരു അഭിപ്രായ വ്യത്യാസം വരുന്നു. ആ അഭിപ്രായ വ്യത്യാസം തീർക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്ന മനോഭാവം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണ്? ഇപ്പോൾ പണ്ട് വലിയ ആക്ഷേപം, വിമർശനം ഒക്കെ പല ചാരുകസേന ബുദ്ധിജീവികളും ഉയർത്തിയത് ഞങ്ങളെല്ലാം വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരെയാണ്. ക്യാമ്പസിൽ അക്രമത്തിൻ്റെ ഒരേ ഒരു കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയമാണ് എന്നാണ്. ഇന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയമല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. സമൂഹത്തിൽ അക്രമത്തിൻ്റെ കാരണം അക്രമ രാഷ്ട്രീയമാണ് എന്ന് പറയുന്നു. ഇന്ന് കേരളത്തിൽ ഏറെക്കുറെ രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ ഏറെക്കുറെ അവസാനിച്ചു എന്ന് തന്നെ പറയാം. വലിയ മാറ്റക്കാര്യത്തിലുണ്ടായി. പക്ഷെ അക്രമം അവസാനിക്കുന്നില്ല, ക്രൈം അവസാനിക്കുന്നില്ല, ഹിംസ അവസാനിക്കുന്നില്ല. അപ്പോൾ സമൂഹത്തിൽ ക്രൈമിനും ഹിംസയ്ക്കും ഒക്കെ കാരണമായിട്ടൊരു സാമൂഹിക സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. അതിനാണ് ചികിത്സ ആവശ്യമായിട്ടുള്ളത്. മിനിസ്റ്റർ, ഇതിലേക്ക് വലിയ തോതിൽ സംഭാവന ചെയ്യുന്നത് ലഹരിയാണ് എന്ന കാര്യത്തിൽ മിനിസ്റ്റർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകില്ല എന്ന് ഞാൻ കരുതുന്നു. കുട്ടികളുടെ കൈപ്പിടികൾക്കുള്ളിലേക്ക് ലഹരി എത്തിക്കുന്ന ശൃംഖലയുടെ അതിൻ്റെയാണ് വേരറുക്കേണ്ടത്. ഈ ദിവസങ്ങളിൽ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന വേട്ടകൾ, പിടിച്ചെടുത്ത ലഹരിയുടെ ബാഹുല്യം ഒക്കെ നമ്മൾ കാണുന്നുമുണ്ട്. ഇതിന് പക്ഷെ തുടർച്ചയുണ്ടാകണം. ആ നിലയ്ക്ക് നടപടികൾ ഉണ്ടാകുമോ? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് തിരിച്ചാണ് കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ലഹരിയുടെ ഫലമായിട്ടുണ്ടാകുക എന്നതിനേക്കാൾ എന്തുകൊണ്ട് ലഹരി തേടി പോകുന്നു, എന്തുകൊണ്ട് ലഹരിയിൽ അഭയം പ്രാപിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ. ജീവിതം തന്നെ ഒരു ലഹരിയായിട്ട് മാറേണ്ടതാണ് യഥാർത്ഥത്തിൽ. ജീവിതത്തിൽ ഉള്ള പല സന്തോഷങ്ങളും നമുക്ക് ആനന്ദം നൽകാൻ കഴിയുന്നതാണ്. അപ്പോൾ ജീവിത സന്തോഷങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് സന്തോഷം തേടുന്നതിന് പകരം, ആനന്ദം കണ്ടെത്തുന്നതിന് പകരം കൃത്രിമമായിട്ടുള്ള ആനന്ദം കണ്ടെത്താൻ ലഹരിയുടെ മാർഗത്തിലേക്ക് പോകുന്നത് തന്നെ ഒരു മാനസികമായ അനാരോഗ്യത്തിൻ്റെ കൂടി പ്രശ്നമാണ്. പല അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം അവിടെയാണ് എന്ന് നമുക്ക് കരുതേണ്ടി വരും. ലഹരി ഒരു പ്രധാന വെല്ലുവിളിയാണ്, ഒരു സാമൂഹിക വിപത്താണ്. പക്ഷേ ലഹരിയിലേക്ക് എത്തുന്നതിൻ്റെ കാരണം എന്തുകൊണ്ട് എന്നതും നമ്മൾ നോക്കണം. മുമ്പില്ലാത്ത തരത്തിൽ കൂടുതൽ ലഹരിയിൽ ആശ്രയിക്കുന്നത്, കേവല സന്തോഷത്തിന് വേണ്ടിയൊക്കെ ലഹരിയെ ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ലഹരി ശൃംഖലയുടെ വേരിറക്കുന്നതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഇപ്പോൾ മാധു തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ശക്തമായ നടപടികൾ പോലീസും എക്സൈസും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് വളരെ ശക്തമാണ്. പക്ഷേ നമ്മൾ കാണേണ്ടത് എൻഫോഴ്സ്മെൻറ്റ് കൊണ്ട് മാത്രം പരിഹരിക്കേണ്ടതല്ല ഒരു സാമൂഹിക വിപത്ത് എന്നതാണ്. ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യം എടുത്താൽ 2024 കണക്ക് നമ്മുടെ മുമ്പിലുണ്ട്, ദേശീയ അടിസ്ഥാനത്തിലുള്ള കണക്കുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസ് എടുത്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും കേരളത്തിലാണ്. എന്നാൽ ഇന്ത്യയിലെ ലഹരി ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലൊന്നും കേരളമില്ലെന്ന് നമ്മൾ കാണണം. അത് മറ്റ് പല സംസ്ഥാനങ്ങളുമാണ്. മുന്നിൽ നിൽക്കുന്ന പല സംസ്ഥാനങ്ങളിലും കേരളത്തിലെടുത്തതിൻ്റെ 3-1, 4 കേസ് പോലും എടുത്തിട്ടില്ല. ഇപ്പോൾ 24,517 കേസ് നമ്മൾ 2024 എടുത്തു. പഞ്ചാബ് ലഹരി ഉപയോഗത്തിൽ വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ 9,734 കേസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ 3 ഇരട്ടി കേസ് ഇവിടെ, ഏതാണ്ട് 3 ഇരട്ടി കേസ് എടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ശക്തമാണെന്നാണ് കാണിക്കുന്നത്. ഇനി മാത്രമല്ല
നമ്മുടെ ലഹരി കേസുകളിലെ മയക്കുമരുന്ന് കേസുകളിലെ ശിക്ഷാ നിരക്ക് കൺവിക്ഷൻ റേറ്റ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്നതാണ്. 98.19%, 100%-അടുത്താണ്. എന്ന് പറഞ്ഞാൽ ലഹരി കേസിൽ പ്രതിയാക്കപ്പെട്ടാൽ ശിക്ഷ ഏറെക്കുറെ ഉറപ്പാണ്. ഒരാളും ശിക്ഷിക്കപ്പെടാതെ പോകുന്നില്ല എന്ന സ്ഥിതിയാണ് കേരളത്തിലുള്ളത്. ദേശീയ ശരാശരി 78% മാത്രമാണ്. പല തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തെലങ്കാന 25% പേരെ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ, ആന്ധ്ര 25% പേരെ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ. നമ്മൾ 98% ശിക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് വളരെ ശക്തമായിട്ട് തന്നെ നടക്കുന്നു. പക്ഷേ സാമൂഹിക വിപത്തിനെ നമ്മൾ എക്സൈസിനെയോ പോലീസിനെയോ ഉപയോഗിച്ചോ കാര്യക്ഷമമായ എൻഫോഴ്സ്മെൻറ്റ് കൊണ്ടോ മാത്രം നേരിട്ടാൽ പോരാ. വലിയ തോതിലുള്ള ബോധവൽക്കരണം ആവശ്യമാണ്, സാമൂഹികമായ ജാഗ്രത ആവശ്യമാണ്, ജനങ്ങളെയാകെ അണിനിരത്തേണ്ടതുണ്ട്. എനിക്കൊരു പേഴ്സണൽ ചോദ്യം കൂടിയുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമല്ല, വ്യക്തിപരമായി കുഞ്ഞുങ്ങളുടെ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. മിനിസ്റ്റർ 2 കുട്ടികളുടെ പിതാവാണ്, ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയാണ്. നമുക്ക് വളർന്നു വരുന്ന തലമുറയെക്കുറിച്ച് ആശങ്കകളുണ്ട്. മിനിസ്റ്റർക്ക് കുഞ്ഞുങ്ങളോട് എന്താ പറയാനുള്ളത്? എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളതിനേക്കാൾ കൂടുതൽ രക്ഷിതാക്കളോടാണ് പറയാനുള്ളത്. രക്ഷിതാവ് എന്ന അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഒന്ന്, കുട്ടികളെ നാം കൂടുതൽ പരിഗണിക്കുകയും അവരെ കൂടുതൽ ശ്രദ്ധിക്കുകയും അവരുടെ പെരുമാറ്റം, സമീപനം അതൊക്കെ മനസ്സിലാക്കുകയും അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയുകയും ഒക്കെ ചെയ്യണം. കൂടുതൽ സമയം കൊടുക്കണമെന്ന് പറയും. അത്രയേറെ സമയം കൊടുക്കാൻ കഴിയുന്ന ഒരാളല്ല ഞാൻ എന്ന സ്വയം വിമർശനത്തോടു കൂടി തന്നെ പറയട്ടെ. യഥാർത്ഥത്തിൽ കൂടുതൽ സമയം കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ രക്ഷിതാക്കൾ കൂടുതൽ സമയം കൊടുക്കേണ്ടതാണ്. ഏറ്റവും ചുരുങ്ങിയത് അവരെ മനസ്സിലാക്കാനെങ്കിലും നമുക്ക് കഴിയണം. അവരുടെ സമീപനത്തിൽ, പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നുണ്ടോ എന്നത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പൊതുവായി കണ്ടുവരുന്ന പ്രവണത, ഇപ്പോൾ മന്ത്രി എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒക്കെ എൻ്റെ ശ്രദ്ധയിൽ തന്നെ വന്നിട്ടുള്ള പല കേസുകളിൽ എങ്ങനെയെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു കാര്യം ഒരു അധ്യാപകൻ ശ്രദ്ധയപ്പെടുത്തുന്നു, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ശ്രദ്ധയപ്പെടുത്തുന്നു, തൻ്റെ കുട്ടി ഇങ്ങനെ ഒരു ദുശ്ശീലത്തിന് അടിമപ്പെട്ടിരിക്കുന്നു, ലഹരി ഉപയോഗിക്കുന്നു എന്ന് വന്നാൽ ആദ്യത്തെ പ്രതികരണം പലപ്പോഴും രക്ഷിതാക്കളുടെ ഒരു ഡിനയൽ മോഡാണ്. അത് നിഷേധിക്കലാണ്, കണ്ണടച്ച് നിഷേധിക്കും. അതവർ അംഗീകരിക്കുകയേയില്ല. എന്നിട്ട് പറയുന്നത് എൻ്റെ കുട്ടിയെക്കുറിച്ച് അനാവശ്യം പറയരുത്, എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല, അന്ധമായ വിശ്വാസം അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യം ആണ് എന്ന് കണ്ടെത്തിയാൽ അതിനെ അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് കുട്ടികളെ മർദ്ദിച്ചിട്ടോ അടിച്ചിട്ടോ അങ്ങനെ ഒന്നുമല്ല. അവരെ സമാധാനത്തോടെ, സമചിത്തതയോടെ അത് മനസ്സിലാക്കുകയും അവരെ തിരുത്താനുള്ള സാധ്യതകൾ തേടുകയും ചെയ്യണം. ഇന്ന് അതിനുള്ള സാധ്യതകളുമുണ്ട്. കൗൺസിലിംഗ് കൊടുക്കാൻ, ശാസ്ത്രീയമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ആധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ ഇന്നുണ്ട്. ഡി അഡിക്ഷൻ സെൻ്ററുകളുണ്ട്. അപ്പോൾ അത്തരം സാധ്യതകളെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അതിന് പകരം നമ്മൾ കണ്ണടച്ചതുകൊണ്ട് ഇരുട്ടാവില്ല, നമ്മൾ നിഷേധിച്ചതുകൊണ്ട് യാഥാർത്ഥ്യമല്ലാതാവില്ല. അത് ഒരിക്കലും അവരെ രക്ഷപ്പെടാൻ കഴിയാത്ത പതനത്തിലേക്കാണ് എത്തിക്കുക. മറിച്ച് തുടക്കത്തിൽ ഇത് ശ്രദ്ധയിൽ വന്നാൽ അവരെ തിരുത്താൻ നാം ശ്രമിച്ചാൽ, സ്നേഹപൂർവമായിട്ടുള്ള സമീപനത്തിലൂടെ, ഇടപെടലിലൂടെ, ഒപ്പം ശാസ്ത്രീയമായ മാർഗങ്ങൾ കൂടി അവലംബിച്ചുകൊണ്ട് തിരുത്താൻ ശ്രമിച്ചാൽ അവരെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ കൊണ്ടുവന്ന എത്രയോ പേരുണ്ടല്ലോ, ജീവിതത്തിലേക്ക് തിരിച്ചു കയറ്റാൻ കഴിയും. അതാണ് എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്. കുട്ടികളോട് പറയേണ്ടത് അവരവരുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും ഒക്കെയാണ് പറയേണ്ടത്. ഒറ്റ കാര്യം കൂടി കുട്ടികളോട് പറയാനുള്ളത്, ഇപ്പം ഞാനിപ്പോൾ ആലോചിച്ചത് അതാണ്. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് സജീവ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനാണ്. ഇങ്ങനെയൊന്നും ഒരു സംഘർഷം, കുട്ടികൾ തമ്മിലുള്ള ചെറിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുന്നല്ലാതെ ഒരു കാലത്തും ഞങ്ങളുടെ ഒന്നും സ്കൂൾ കാലത്തോ കോളേജ് കാലത്തോ ഉണ്ടായിട്ടില്ല. പക്ഷെ അന്ന് വലിയ പ്രചരണമായിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനും അക്രമ രാഷ്ട്രീയത്തിനും ഒക്കെ എതിരായിട്ട്. പക്ഷെ ഇമാതിരി കുട്ടികൾ 100 കണക്കിന് ആളുകൾ ചേർന്നിട്ട് തല്ലിച്ചതയ്ക്കുക, എല്ലാം തല്ലി തീർക്കുക, സംഘർഷം ഉണ്ടായിട്ടുണ്ട്. കൊലപാതകങ്ങൾ പോലും അക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതും ഇതും തമ്മിൽ ഒരു തരത്തിലുള്ള താരതമ്യവുമില്ല. അപ്പോൾ 2 വ്യക്തികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, അല്ലെങ്കിൽ 2 കൂട്ടങ്ങൾ തമ്മിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഏക മാർഗം തല്ലുക എന്നതല്ല. തല്ലിയിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നത്തിനും ആത്യന്തിക പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. അത് ആണ് കുട്ടികളോട് പറയാനുള്ളത്. അത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത് പ്രധാനമായിട്ട് അവരവരുടെ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെയാണ്. ഇപ്പം സമൂഹത്തിനാകെ ഇതുണ്ടാവുന്നില്ലേ? നിങ്ങൾ നോക്കൂ, ചെറിയ ചെറിയ പ്രകോപനങ്ങളിൽ കൊലപാതകം സംഭവിക്കില്ലേ? ചെറിയ പ്രകോപനം മതിയല്ലോ. വണ്ടിക്ക് സൈഡ് കൊടുക്കുന്നില്ല, അതല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം, ചെറിയ വാക്കുതർക്കം, അതിൻ്റെയൊക്കെ പേരിൽ കൊലപാതകങ്ങളിലേക്ക് എത്തുന്നു. ക്ഷിപ്രകോപമാണ് എല്ലാവർക്കും. പെട്ടെന്ന് എല്ലാത്തിനുമുള്ള പരിഹാരമായിട്ട് ഈ ആയുധത്തെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കൈക്കരുത്തിന് ഉപയോഗിക്കുക എന്നൊരു സ്ഥിതി വന്നു. നമ്മുടെ സമൂഹത്തിനാകെ സംഭവിച്ച സാരമായൊരു തകരാറായിട്ട് വേണം ഇത് കണക്കാക്കാൻ. ശരി.
അങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മിസ്റ്റർ ഇത് പങ്കുവെക്കുന്നത്. വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തതിന്. ഷഹബാസ് ഒരു വിദ്യാർത്ഥി നേരിടേണ്ടി വന്ന ഏറ്റവും ക്രൂരമായ പീഡനവും നമുക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോകുന്ന വേദനയ്ക്കുമിടയിൽ നമ്മൾ തുടർച്ചയായി സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് എന്ന കാര്യം തന്നെയാണ് ഏറ്റവും പ്രാഥമികമായി പറയാനുള്ളതും. നമ്മൾ മറ്റതിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ മുഹമ്മദ് ഇസ്മായിൽ ഷഹബാസിന്റെ അധ്യാപകനാണ്. ശ്രീ ഇസ്മായിൽ, ഇന്ന് നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളെ പറ്റി ഏറെ ആശങ്കപ്പെടുന്ന ഒരു ദിവസമാണ്. ഷഹബാസ് ഇന്നലെ വരെ നിങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ടവനായിരുന്നെങ്കിൽ ആ കുഞ്ഞിനോട് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ അനീതി ഉണ്ടായത് എന്നുള്ളത് കേരളത്തിന് മുഴുവനും വേദനയുമാണ്. എന്നിരുന്നാലും അതിനൊരു പശ്ചാത്തലം ഉണ്ടാകും. ഒരു അധ്യാപകൻ കുഞ്ഞുങ്ങളെ നോക്കിക്കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ നിന്ന് വ്യത്യസ്തവുമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്നാണ് അങ്ങേക്ക് വളരെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയുന്നത്? ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടിയുടെ മരണവും അതിൻ്റെ ചടങ്ങും കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. വീട്ടിലൊക്കെ പോയി ആ വളരെ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിന്ന് തീർത്തും ഞങ്ങൾ മോചിതരായിട്ടില്ല. വീട്ടിലെ അന്തരീക്ഷമൊക്കെ വളരെ വളരെ സങ്കടപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ച് പിതാവ് ഗൾഫിൽ നിന്ന് പ്രവാസിയായിരുന്നു, തിരിച്ചു വന്നു. ഇവിടെ നാട്ടിൽ സാധാരണ രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്ന ശ്രമത്തിനിടെയാണ് 16 വയസ്സുകാരൻ, അവരുടെ പ്രതീക്ഷയായിരുന്ന 16 വയസ്സുകാരനായ ഷഹബാസ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ സംഭവത്തിൽ നമ്മോട് വിട പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കുട്ടിയോടൊപ്പം ആയിരുന്നു. അവിടുത്തെ ഏതെങ്കിലും രീതിയിലൊരു പ്രതീക്ഷ ബാക്കിയുണ്ടോ എന്ന ഒരു രീതിയിലായിരുന്നു ഞങ്ങൾ അവിടെ നിന്നിരുന്നത്. ഡോക്ടറും അതേപോലെ എല്ലാവരും തന്നെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. ഈ സംഭവം നമുക്കെല്ലാവർക്കും ഒരു പാഠമാകേണ്ടതുണ്ട്. ഒരു രീതിയിലും ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ്. പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന ചോദ്യം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായ, നമുക്കറിയാവുന്നതുമായ ചില കാര്യങ്ങൾ. അതായത് കുട്ടികളുടെ ഇടയിൽ ഇപ്പോഴുണ്ടാകുന്ന ചില പ്രവണതകൾ, അതോടൊപ്പം നമ്മൾ ഇതിനോട് സ്വീകരിക്കുന്ന സമീപനം, അധ്യാപകർ, രക്ഷിതാക്കൾ, സമൂഹം, ഇവർ സ്വീകരിക്കുന്ന സമീപനം, ഇതെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ വളർന്നു വരുന്നതിന് കാരണമാകുന്നുണ്ട്. കുട്ടികളിൽ ഇപ്പോഴുണ്ടാകുന്ന സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ ഉപയോഗിക്കുന്ന രീതികൾ, അത് പലപ്പോഴും അധ്യാപകരായ ഞങ്ങൾക്കൊക്കെ തന്നെ പറ്റാത്ത രീതിയിൽ ഇൻസ്റ്റാഗ്രാം പോലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, അതിലൂടെ ഞങ്ങൾ എപ്പോഴെങ്കിലും എത്തിപ്പെടുകയാണെങ്കിൽ പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വരുന്ന ഇത്തരം ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ തന്നെ അവരുടെ വെല്ലുവിളികളോ അവരുടെ ആവശ്യങ്ങളോ ചെറിയ ഇത്തരം സംഭവങ്ങളുടെയൊക്കെ തന്നെ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കാരണം വളരെ വളരെ നിസ്സാരമായ കാരണങ്ങളായിരിക്കും. ആ കാരണങ്ങൾ പിന്നീട് പോർവിളികളായി മാറുന്നു, ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തുന്നു, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവർ സംഘങ്ങളായി മാറുന്നു. ആ സംഘങ്ങൾ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഇതെല്ലായിടത്തും ഉണ്ടാകുന്നു. ഞങ്ങൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികളെ ഞങ്ങൾ കഴിഞ്ഞ 13-ാം തീയതി സെൻഡ് ഓഫ് നൽകി പറഞ്ഞയച്ചതാണ്. ഇതേ സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ കുട്ടികളെ ഞങ്ങൾ സ്കൂളിൻ്റെ ക്യാമ്പസിനുള്ളിൽ വെച്ച് തന്നെ സ്കൂൾ ബസ്സിൽ മുഴുവൻ കുട്ടികളെയും 1000-ലധികം കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, 1050ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരെ മുഴുവനും സ്കൂൾ ബസ്സിൽ തന്നെ കയറ്റി അവരവരുടെ സ്ഥലങ്ങളിൽ ഇറക്കുകയും രക്ഷിതാക്കളെ അതാത് സമയത്ത് വിവരം അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് അന്ന് പ്രത്യേകിച്ച് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ ഒരു സ്വതന്ത്ര ലോകം വേണം. ആ ലോകം അവർ ക്രിയേറ്റ് ചെയ്യുന്നത് മൊബൈൽ ഫോൺ, ഇൻസ്റ്റഗ്രാം, അവർക്ക് പറ്റുന്ന സ്ഥലങ്ങൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ടാണ്. അത്തരം സ്ഥലങ്ങളിലേക്ക് അവർ ഒത്തുചേരുന്ന സംഘങ്ങളായി മാറുന്ന സമയത്ത് അവർക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ഒരു സംഘബലമായി അവർ മാറുകയും പരസ്പരം പോർവിളിക്കുകയും ചെയ്യുന്നു. ഒരു കുട്ടിയെ ഇൻഡിവിജ്വലായി എടുക്കുകയാണെങ്കിൽ കുട്ടി നല്ല കുട്ടിയാണ്. പക്ഷേ അവർ 4 പേര് ചേരുന്ന സമയത്ത് അവർക്ക് ലോകത്ത് മറ്റൊന്നും കാണാനേ കഴിയുന്നില്ല. കാരണം അവർ മനസ്സിലാക്കുന്നത് മുഴുവനും അവരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന രീതിയിലെ ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ കുട്ടികളുള്ളത്. ഞാൻ 1993 അധ്യാപകനായി വന്ന ആളാണ്. അന്നൊക്കെ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അധ്യാപകനും കുട്ടിയും ഒരു ബഹുമാനവും ഒരു അകൽച്ചയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല എന്നല്ല പറയുന്നത്, അധ്യാപകർക്ക് അത് കിട്ടുന്നുണ്ട്. എങ്കിലും അതിനുശേഷം പിന്നീട് വന്ന കുട്ടികൾ ഞങ്ങളോട് വളരെ സൗഹൃദാന്തരീക്ഷത്തിൽ, DPP ഒക്കെ വന്ന ആ സമയത്ത് വളരെ സൗഹൃദാന്തരീക്ഷത്തിൽ പെരുമാറി. ഇപ്പോൾ കുട്ടികൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. അവരുടേതായ ലോകം ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. ശരി, ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ വരാം. അവർക്ക് വേണ്ടത്
അവരുടെ ഗ്രൂപ്പുകളിൽ മാത്രം രക്ഷിതാക്കളും മറ്റൊരു സ്വഭാവമാണ് ഈ പറയുന്ന കൂട്ടുചേരലുകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ളത് പല അധ്യാപകർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രധാന അധ്യാപകന്റെ റൂമിലിരുന്ന് കൊന്നുകളയുമെന്ന് വെല്ലുവിളിക്കുന്ന വിദ്യാർത്ഥികളെ പോലും കണ്ടു. ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ് എന്ന ഉറച്ച മുന്നറിയിപ്പാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി തന്നെ പോവേണ്ടതുണ്ട്. കെ സുബൈർ, ഇപ്പോൾ 2 തരം അവകാശ ലംഘനങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്നത്. ഒന്ന്, ഈ കുറ്റകൃത്യം ചെയ്യുന്ന വിദ്യാർത്ഥികൾ, അവർ നല്ല പൗരന്മാരായി വളർന്നു വരാനുള്ള സാഹചര്യം അല്ലെ, കുട്ടികൾ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ സാഹചര്യത്തിന്റെ ലംഘനം ഉണ്ടാകുന്നുണ്ട്. 2, ജീവനും ആരോഗ്യവും മുന്നോട്ടുള്ള ഭാവിയും വീട്ടുകാരുടെ സ്വപ്നങ്ങളും എല്ലാം നിഷേധിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ അവകാശം. ഇതിനിടയിൽ ഒരു സമൂഹത്തിനും സംവിധാനത്തിനും എന്താണ് ചെയ്യാൻ കഴിയുക? ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് വല്ലാത്തൊരു പ്രായമാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും പാട്ടയിലും അല്ല ഗ്ലാസ്സിലും അല്ലാത്ത പ്രായം. ഒരു ചായ അടിക്കുമ്പോൾ അവിടുന്ന് പോരുകയും ചെയ്യും, താഴോട്ട് എത്തിയിട്ട് ഗ്ലാസ്സിൽ എത്താത്ത ഒരു അവസ്ഥയുണ്ട്. ആ ഒരു പ്രായത്തിൽ സമൂഹവും അതോടനുബന്ധിച്ചുള്ള നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ കുടുംബവും ഒക്കെ വളരെ ഗൗരവമായി, കൊച്ചുകുട്ടികളുടെയല്ല ഏറ്റവും ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു പ്രായം കൂടിയാണത്. ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ, നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരു മനുഷ്യൻ്റെ ഫ്രോണ്ടൽ ലോബാണ് അവർ മെച്വർ അഥവാ പക്വമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ആ പക്വമായ തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന ഫ്രോണ്ടൽ ലോബ് വളർന്നു വരുന്നത് 21 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. ആ 21 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടം ആകുമ്പോഴേക്ക് അത് മെച്ചുറായി വരുള്ളൂ. അതിന് താഴെയുള്ളതെല്ലാം അവർ മെച്ചുവർ അല്ലാത്ത ഒരു കാലഘട്ടമാണ് നമ്മൾ മനസ്സിലാക്കണം. ചില കുട്ടികളുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളത് 21 വയസ്സാകുമ്പോഴേക്ക് തന്നെ അത് പക്വമാകും. മിക്കവാറും അത് 25 വയസ്സ് വരെ, ആൺകുട്ടികളുടെ കാര്യത്തിൽ 25 വയസ്സ് വരെ നീളാം എന്നാണ് ഏറ്റവും പുതിയ കാര്യങ്ങൾ പറയുന്നത്. ആ സാഹചര്യത്തിൽ ഏറ്റവും ഗൗരവമായി നമ്മൾ എടുക്കേണ്ട പ്രായമാണ്. അതിപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതുസ്ഥിതി നമ്മൾ അധ്യാപകരിൽ നിന്നൊക്കെ കേൾക്കുന്നത്, ഇപ്പം മാഷ് പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് കേൾക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ആൺകുട്ടികൾ എല്ലാ നിയന്ത്രണങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് അവരെ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്നെല്ലാം മാറുകയും അവർ വല്ല മറ്റു ചില വഴികളിലേക്ക്, അത് ഇൻസ്റ്റഗ്രാമോ വാട്സപ്പോ ഈ പറയുന്ന ലഹരി ഉൾപ്പെടെയുള്ള സംഗതികളിലേക്ക് പോവുകയും പലപ്പോഴും നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ ഹിംസാത്മകമായ വിഷലിപ്തമായ പൗരുഷത്തിലേക്ക് കടന്നു പോവുകയും ചെയ്ത വളരെ ഭീകരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നു. സംഗീതത്തിൽ അവരില്ല, കലയിൽ അവരില്ല, നാടകത്തിൽ അവരില്ല, സാഹിത്യത്തിൽ അവരില്ല, കായിക മേഖലയിൽ പോലും ആ തരത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ സ്കൂളുകളിൽ പലപ്പോഴും ഇത് കണ്ടുകിട്ടുന്നില്ല എന്നാണ് അധ്യാപകർ പറയുന്നത്. ഇത് പൂർണ്ണമായും ശരിയൊന്നും ആയിക്കൊള്ളണമെങ്കിലും ഒഴിഞ്ഞൊഴിഞ്ഞു മാറുക, നേതൃത്വപരമായ പങ്ക് വഹിക്കണമെങ്കിൽ ആ +2 കാലഘട്ടത്തിലും 10ാം ക്ലാസ് കാലഘട്ടത്തിലൊക്കെ പെൺകുട്ടികൾ ഉയർന്നു വരിക, പെൺകുട്ടികളെ നമ്മൾ വീണ്ടും ശാക്തീകരിക്കുന്നു, ശരി തന്നെ. പക്ഷേ ആൺകുട്ടികളുടെ മേഖലയിൽ നേരത്തെ ഈ പറഞ്ഞ ഒരു പ്രായത്തിൽ കൂടുതൽ ഗൗരവമായ ഒരു ശ്രദ്ധ കൊടുക്കേണ്ട ഒരവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട്. ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങൾ പോലെയല്ല, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥ. എന്തായാലും ഒരു 2ാം തലമുറ പ്രശ്നങ്ങൾ നമ്മൾ ഭീകരമായി തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ, കൗമാര കാലഘട്ടത്തിൽ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ മറികടക്കണമെങ്കിൽ പല രീതിയിലുള്ള ഇടപെടൽ, ഒരു വലിയ യജ്ഞം തന്നെ, നമ്മൾ പണ്ട് സാക്ഷരതാ യജ്ഞം നടത്തിയതുപോലെ വലിയൊരു യജ്ഞം തന്നെ 1-2 വർഷമായിട്ട് എല്ലാവരും ഇടപെട്ട്, ഏറ്റവും അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെ അങ്ങനെ തട്ടായി തിരിക്കാൻ കഴിയുമെങ്കിൽ എല്ലാവരും കൂടി ഇടപെട്ട് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ വലിയ പ്രതിസന്ധിയെ, വിഷലിപ്തമായ പൗരുഷമാണ് ശരി എന്ന് നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ അതിനെ മറികടന്ന് ഒരു അനുകമ്പാർദ്രമായ മനുഷ്യത്വമാണ് ശരി എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഇവരെ എത്തിക്കാൻ കഴിയുക എന്നാണ് എനിക്ക് തോന്നുന്നത്. നിയമപരമായി മറ്റു കാര്യങ്ങളുണ്ട്, അത് പിന്നീട് വേണമെങ്കിൽ പറയാം. ശരി, ശ്രീമതി രേഖ, താങ്കളുടെ മകൾക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് കുഞ്ഞ് കണ്ണീരോടെ വിശദീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ താങ്കളുടെ മകളെ ലക്ഷ്യമിട്ട് കൊണ്ടുവന്നതായിരുന്നില്ല ഈ നായ്ക്കുറണപ്പൊടി എന്ന് പറയുന്നത്, പക്ഷെ അതൊരു മറ്റൊരു കുട്ടിയെ ലക്ഷ്യമിട്ട് കൊണ്ടുവന്നതാണ്. അബദ്ധത്തിലാണ് താങ്കളുടെ മകൾക്ക് അതിൽ ഇരയാകേണ്ടി വന്നത്. അപ്പോഴും ആ കുട്ടി അനുഭവിക്കേണ്ടി വന്ന വേദനയും അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ പ്രധാനമാണ്. അതിനുശേഷമോ, ഈ അക്രമത്തിന് ഇരയായതിനു ശേഷം കൂടെയുള്ളവരുടെ കളിയാക്കലുകളും പരിഹാസവും ഈ പറയുന്ന ബോഡി ഷേമിങ്ങും ഒക്കെയാണ് അഭിമുഖീകരിക്കേണ്ടത്. അപ്പോൾ കൂടെയുള്ള നമ്മൾ കൂട്ടുകാരെന്ന് പറയുന്ന വിചാരിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ആ ഒരു പോയിന്റിൽ അങ്ങനെ പെരുമാറിയത് എന്നാണ് മകൾ പറഞ്ഞത്. തീർച്ചയായും ഒരു കൂട്ടുകാരികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ചേർത്ത് പിടിക്കേണ്ടവരാണ്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് കൂട്ടുകാരികൾ എത്താതിരുന്നത് അവരുടെ വികലമായ കാഴ്ചപ്പാടാണ് അവരെ അതിലേക്ക് കൊണ്ടുവന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത്
നമ്മളുടെ കുട്ടികൾ, പെൺകുട്ടികൾ നമ്മൾ പരസ്പരം ചേർത്ത് പിടിക്കുമ്പോൾ നമ്മളൊരു കൂടപ്പിറപ്പാണ്, കൂട്ടുകാരാണെന്നുള്ളൊരു സമൂഹം നമ്മൾ പകർന്നു കൊടുക്കുന്ന ഒരു മൂല്യബോധമുണ്ട്. അത് ആ കുട്ടികളിൽ ചോർന്നു പോയതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ സംഭവങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ. ഒരു കൂടപ്പിറപ്പുകൾ എന്ന് പറയുന്നത് പോലെ, നമ്മുടെ കൂട്ടുകാരെന്ന് പറയുന്നത് പോലെ നമ്മൾ പരസ്പരം താങ്ങായി നിൽക്കേണ്ടവരാണ്, നമ്മൾ സമൂഹത്തിന് മാതൃക കാണിച്ചു കൊടുക്കേണ്ടവരാണ് എന്നൊരു ബോധ്യം ആ പെൺകുട്ടികളിൽ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മകൾ വഴി അല്ലെങ്കിൽ മറ്റൊരു കുട്ടിക്ക് ഇത്തരം ഒരു അപകട സൂചന നൽകാൻ പോലും ഒരു മാനസികാവസ്ഥ ആ കുട്ടികളിൽ ഉണ്ടാകുമായിരുന്നില്ല. ഒരു തരത്തിൽ ആ കുട്ടികളുടെ മാനസിക വൈകല്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. മകളുടെ ആരോഗ്യാവസ്ഥ നിലവിൽ എന്താണ്? ആ സ്കൂളിൽ പോയി പഠിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസം ആ കുട്ടിക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. ആ നിലയ്ക്ക് ഈ കാര്യങ്ങളെ കുറച്ചുകൂടി ഇങ്ങനെയൊക്കെ പലതുണ്ടാകും, എന്നിരുന്നാൽ പോലും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് നമ്മുടെ പ്രശ്നമല്ല, മറ്റുള്ളവരുടെ മാനസിക പ്രശ്നമാണ്, അത് പരിഹരിക്കേണ്ടതാണ്. അതിനുവേണ്ടി ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? മറ്റെന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? തീർച്ചയായും അത്തരം മാനസിക മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്ക് മാനസിക വളർച്ചയെ സഹായിക്കേണ്ട, അതായത് തകർന്നു പോയ അവളുടെ മാനസിക അവസ്ഥയെ സഹായിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവൾ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന ആ സ്കൂളിൽ അവൾ അനുഭവിക്കേണ്ടി വന്ന മാനസിക പീഡനങ്ങൾ വളരെ ചെറുതല്ല. ഇന്നോളവും അവൾ അനുഭവിച്ച ആ പ്രയാസങ്ങളിൽ നിന്ന് അവൾ മോചിതയായിട്ടില്ല. തിങ്കളാഴ്ചയാണ് അവൾ വിചാരിച്ചിരുന്ന അവളുടെ പ്രധാന എക്സാം നടക്കുന്നത്. ആ സമയത്തേക്ക് അവൾക്ക് മാനസികമായി എഴുതുവാനും എടുക്കുവാനും വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാവരിൽ നിന്ന് ഒരു മോറൽ സപ്പോർട്ടായാലും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ കുട്ടിയെ ചേർത്ത് പിടിച്ച് അവർക്ക് ഉത്തമമായ പരീക്ഷയെ നേരിടാനും വിജയിക്കുവാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ അധികാരങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് എൻ്റെ മകൾക്ക് വേണ്ട നീതി അവൾക്ക് കിട്ടും എന്നുള്ള പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് മറ്റ് അധ്യാപകരെല്ലാം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടതായിട്ടുള്ള മൂല്യം കൊടുത്ത് അവളെ ചേർത്ത് പിടിച്ച് നിർത്തി ആ പരീക്ഷയ്ക്കുള്ള വിജയത്തെ പ്രദാനം ചെയ്യും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇന്നലെ വരെയും അങ്ങനെ ഉണ്ടായിട്ടില്ല, നാളെ അങ്ങനെ ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം എൻ്റെ മകൾക്ക് ആവശ്യമായ നീതി കിട്ടട്ടെ, അവളെ അതേപോലെ സമൂഹം ഏറ്റെടുത്ത് ഒരു നല്ല മകളായി ചേർത്ത് പിടിച്ച് അവൾക്ക് ആ പരീക്ഷ എഴുതാൻ വേണ്ടുന്ന മാനസിക പിന്തുണ എല്ലാവരാലും കിട്ടട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീമതി രേഖ പറഞ്ഞത്. ഇത് പരീക്ഷാക്കാലമാണ്. ഈ കുറ്റകൃത്യത്തിന് ഇരയായ കുഞ്ഞുങ്ങളും കുറ്റകൃത്യത്തിന് ഇടപെട്ട കുഞ്ഞുങ്ങളും ഇവർക്ക് രണ്ടുപേർക്കും പരീക്ഷാക്കാലമാണ്. ആ സമയത്താണ് നമ്മൾ ഈ വാർത്തകൾ തുടരെ കേൾക്കേണ്ടി വരുന്നത് എന്നതൊരു പ്രശ്നമാണ്. ആ കുഞ്ഞ് കേൾക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് ഒരു മുതിർന്ന സ്ത്രീ എന്ന നിലയ്ക്കും ഒരു സഹോദരി എന്ന നിലയ്ക്കും പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. നമ്മളൊരു അനീതിക്കിരയാകുമ്പോഴാണ്, നമ്മളെപ്പോലെ അനീതിക്കിരയാകുന്ന ഒരുപാട് പേർ ഈ സമൂഹത്തിലുണ്ട് എന്ന ബോധ്യം ഒരു ഉത്തരവാദിത്തമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നത്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള നമ്മുടെ ഒരു ദൗത്യം എന്ന നിലയ്ക്ക് നമ്മൾ നേരിടേണ്ടി വരുന്ന അനീതിയെ കാണുക എന്നുള്ളതാണ് എനിക്ക് ആ കുട്ടിയോട് വളരെ വ്യക്തിപരമായി പറയാനുള്ളത്. ശ്രീ വിഷ്ണു ജെ മുരളീധരൻ, ഇതിലെ ഈ കുട്ടി ഷഹബാസ് മരിക്കുന്നതിന് മുൻപും മരിച്ചതിന് ശേഷവും പ്രകടിപ്പിക്കപ്പെടുന്ന ഒരു ക്രിമിനൽ വാസനയുണ്ട്. നമ്മൾ പല ഓഡിയോ ക്ലിപ്പുകൾ കേട്ടല്ലോ. ഒന്ന്, അപകടപ്പെടുത്തണമെന്ന തീരുമാനം. രണ്ടാമത്തേത്, അപകടപ്പെടുത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അപകടപ്പെടുത്തിയിരിക്കും എന്ന അമിതമായ ആത്മവിശ്വാസ പ്രകടനം. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്താലാണ് ഞങ്ങൾ ആൺകുട്ടികളാവുക. അത് ഞാൻ ഒരു ജെൻഡർ എടുത്തു പറയുന്നതല്ല, സ്വഭാവ സവിശേഷതയെക്കുറിച്ച് പറയുന്നതാണ്. നമ്മൾ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ സമൂഹത്തിൽ പലതരം. അപ്പോൾ അങ്ങനെയാവുക, ഞങ്ങൾക്കൊരു സ്വാഗുണ്ടാവുക, ഞങ്ങൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുക. ഈ രീതിക്ക് ചിന്തിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് നമ്മൾക്ക് ആഘോഷമായി അതിനെ കാണാൻ കഴിയും. പക്ഷേ ഈ ക്രിമിനൽ വാസന അതിനുള്ളിലേക്ക് വരുമ്പോഴാണ് കുട്ടികളുടെ ആഘോഷങ്ങൾ എത്രത്തോളം മറ്റുള്ളവരുടെ ജീവന് വെല്ലുവിളിയാകുന്നു എന്ന ഒരു പേടി കൂടി നമ്മളെ വന്ന് തട്ടുന്നത്. എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നുണ്ടോ വിഷ്ണു? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്? നമ്മൾ ഈ കുട്ടികളുടെ ആഘോഷം കാണുക എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷമാണല്ലേ. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവർ സന്തോഷിക്കുക, ചിരിക്കുക, ലോകത്തെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷമാണ്, കടന്നു പോകുന്ന മനുഷ്യരുടെ സന്തോഷമാണ്. പക്ഷെ ഇടപെട്ട് അതിനുള്ളിൽ പെട്ടുപോയി ഇല്ലാതായി പോകുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ തന്നെ കണ്ണീരാണല്ലോ. എന്തുകൊണ്ടാണത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ
നമ്മുടെ കുട്ടികൾ മുതിർന്നവരിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ടീച്ചർമാരിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്നൊക്കെ ഒരുപാട് അകലെയാണ്. അവരുടെ ടെർമിനോളജീസ് അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന വാക്കുകൾ, അവരുടെ ലിംഗോ അതൊന്നും നമുക്ക് പെട്ടെന്ന് പിടികിട്ടാത്തത് പോലെയാണ്. ഇപ്പോൾ പണ്ടൊക്കെ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് 20 വർഷം 30 വർഷമൊക്കെ ആകുമ്പോൾ ഇന്നത് 4-5 വർഷമാണ്. ഇപ്പോഴത്തെ കുട്ടികൾ ഉപയോഗിക്കുന്ന, ഇപ്പം തന്നെ ഇവിടെ ഈ പാനലിലിരിക്കുന്ന എത്ര പേർക്ക് പൂക്കി എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ സ്കിബിഡി എന്ന് പറഞ്ഞാലും റിസ് എന്ന് പറഞ്ഞാലും ഒക്കെ ഉള്ള വാക്കുകളുടെ അർത്ഥം അറിയാം എന്നുള്ളത് എനിക്ക് സംശയകരമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറിയണമെന്ന് നിർബന്ധമുണ്ടെന്നല്ല, പക്ഷേ കുട്ടികളെ അറിയണമെങ്കിൽ അവരുപയോഗിക്കുന്ന വാക്കുകൾ എന്താണ്, അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് അറിവ് ഉണ്ടാവണം. അറിവുണ്ടായാൽ മാത്രമല്ല അവരെ മറ്റൊരു ദിശയിലേക്ക്, നല്ലൊരു ദിശയിലേക്ക് നയിക്കാൻ അറിയുള്ളൂ. ഈ ജെൻസി അല്ലെങ്കിൽ ആൽഫ ജനറേഷനെ കുറ്റം പറയുമ്പോഴും അവർ ജനിച്ചു വീണ സാഹചര്യത്തെ കൂടി നമ്മൾ പറയണം. ഇപ്പോൾ ഈ ജെൻസിയും ആൽഫയും ഒക്കെ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്സ് അല്ലെങ്കിൽ അവർ കളിക്കുന്ന വീഡിയോ ഗെയിമുകൾ, നേരത്തെ ബഹുമാനായ മന്ത്രി സിനിമയെ അതിൻ്റെ വലിയൊരു സ്വാധീനത്തെ പറ്റി പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ ഈ കുട്ടികൾ കളിക്കുന്ന വീഡിയോ ഗെയിമുകളിൽ നമ്മൾ എന്ത് തരത്തിലുള്ള സ്വഭാവമാണ് പുറത്തേക്ക് വിടുന്നത്? ജെൻസി കുട്ടികൾ വളരെയധികം പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ള, അവരുടെ റൈറ്റ്സിനെ പറ്റി നല്ല ബോധ്യമുള്ള കുട്ടികളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അവരിൽ ഈ ഒരു അനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ ഈ കില്ലിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവുന്നത്? അതിൻ്റെ പിന്നിലത്തെ ശാസ്ത്രീയമായ കാരണങ്ങളിലേക്ക് പലപ്പോഴും നമ്മൾ പോകാറില്ല. അവർ കളിക്കുന്ന വീഡിയോ ഗെയിമുകളിൽ പ്രതിയോഗിയെ കൂട്ടം ചേർന്ന് കൊല്ലുന്നതാണ് ഇന്നത്തെ രീതി. അങ്ങനത്തെ സ്ട്രീമിംഗ് യൂട്യൂബ് ചാനൽസിന് വലിയ വ്യൂവർഷിപ്പ് ഉണ്ട്. അതെന്തുകൊണ്ടാണ്? വീഡിയോ ഗെയിമുകൾ ഉണ്ടാക്കുന്നത് ജെൻസിയും ആൽഫ ജനറേഷനും അല്ലല്ലോ. അതുണ്ടാക്കുന്നത് പലപ്പോഴും 90s കിഡോ 80s കിഡോ ആണ്. അപ്പോൾ ഇന്ന് അവർ ജനിച്ചു വീഴുന്ന സാഹചര്യങ്ങൾ, അവർ ഇടപഴകുന്ന വിനോദ ഉപാധികൾ എന്തൊക്കെയാണെന്ന് മുതിർന്നവർ, പാരൻസ് എന്നിവരെല്ലാം അറിഞ്ഞിരിക്കണം. അതിന് വേണ്ട നടപടികൾ എടുക്കുകയാണ് വേണ്ടത്. പണ്ടൊക്കെ ഈ ഒരു ആഴ്ചയിൽ ഒരു പീരീഡ് മോറൽ സയൻസ് എന്ന് പറഞ്ഞൊരു പാഠമുണ്ടായിരുന്നു. അതിന് എത്രത്തോണ്ട് ഗൗരവത്തിൽ എല്ലാവരും എടുത്തുണ്ട് എന്ന് എനിക്കറിയില്ല. ഇന്ന് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റുകളും അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പും കുടുംബശിശുക്ഷേമ വകുപ്പോ എല്ലാവരും അവരുടെ വിദ്യാലയങ്ങളിൽ എത്രമാത്രം മെൻ്റൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു ലൈക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറിക്ക് ഒരു വ്യൂവർഷിപ്പ് കൂടുമ്പോൾ എന്താണ് ശരിക്കും ഒരു കുട്ടിയുടെ ഉള്ളിൽ ശാസ്ത്രീയമായി സംഭവിക്കുന്നതെന്ന് എത്ര പേർ അവെയറാണ്? ഒരു വല്ലാത്തൊരു ഡോപ്പമൈൻ ഹൈക്ക് കിട്ടുന്നുണ്ട് ഒരു കുട്ടിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ. ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസേഴ്സ് കാണിക്കുന്ന ഒരു ഷോക്കേസിങ് കൾച്ചറും കുട്ടികളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവർ ഇൻസ്റ്റാഗ്രാം തുറന്ന് നോക്കുമ്പോൾ കാണുന്നതെല്ലാം വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള, വളരെയധികം അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള കുറേ ആളുകളെയാണ്. അപ്പോൾ അവരും അതുപോലെ തന്നെ മാസ്സാവാൻ അല്ലെങ്കിൽ റെബലാവാൻ ഒക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ വലിയ വ്യൂവർഷിപ്പ് ഉള്ള അല്ലെങ്കിൽ വലിയ ഫോളോവേഴ്സ് ഉള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവർ പലപ്പോഴും ഈ സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾ അനുകരിച്ച് കാണിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള അക്കൗണ്ടുകൾക്ക് വലിയ റീച്ചും ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ മാത്രം സംഭവിക്കുന്നത്? ഇതിനെല്ലാം ഒരുപാട് സാഹചര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികളെ അറിയണം, കുട്ടികളോട് സംസാരിക്കണം. കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത്? കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് ക്ഷമയില്ലാതാവുന്നത്? ഇപ്പോൾ ന്യൂസ് ക്ലിപ്പുകൾ പോലും ഇപ്പോൾ 45-50 മിനിറ്റുള്ള ഇൻ്റർവ്യൂകൾ, ഞാൻ മൂവി വേൾഡ് മീഡിയ എന്നൊരു സ്ഥാപനത്തിൽ ഇൻ്റർവ്യൂ എടുക്കുന്ന ആളാണ്. ആ ഇൻ്റർവ്യൂകൾ ആളുകൾ കാണില്ല. പലപ്പോഴും ഈ 1.5 മിനിറ്റ് 3 മിനിറ്റുള്ള ചെറിയ വീഡിയോകളാണ് കാണുന്നത്. എന്തുകൊണ്ടാണ്? കുട്ടികൾക്ക് ക്ഷമയുണ്ടാവുന്നില്ല. അപ്പോൾ എല്ലാം കുട്ടികളുടെ മേലെ പഴിചാരുന്നതിനൊപ്പം തന്നെ അവർക്ക് കൂടെയുള്ള ആളുകൾ, നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ പാരൻസ്, അവരൊക്കെ എത്രമാത്രം ഇപ്പോഴത്തെ കുട്ടികളെ നോക്കാൻ, ഇപ്പോഴത്തെ കുട്ടികളുടെ വേവ് ലെങ്ത്തിനോട് മാച്ച് ആവാൻ എക്യുപ്ഡാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. വിഷ്ണു, ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞാൽ പോലും ഇപ്പൊ അധ്യാപകർ പറയുന്നു എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ അതിലേക്ക് ചെന്നുപെടുമ്പോൾ അവരോട് സംസാരിക്കാം എന്നുള്ളതൊക്കെയാണ്. പക്ഷെ അങ്ങനെ സംസാരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ഇന്നതല്ല ചെയ്യേണ്ടത് മോനെ മോളെ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളെ ഉൾക്കൊള്ളാൻ തയ്യാറാകും. കാരണം ഇതിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ. നേരത്തെ വിഷ്ണു തന്നെ പറഞ്ഞതുപോലെ വലിയ വ്യത്യാസം, വലിയൊരു മതിൽ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നുണ്ട് ഈ ജനറേഷനിടയിൽ. അവിടേക്ക് നിങ്ങൾ പറയുന്നതല്ല ഞങ്ങളുടെ ലോകം എന്ന് പറയുന്ന ഒരു വലിയ പ്രതിരോധം ഉണ്ടായിപ്പോയിട്ടുണ്ട്. ഈ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിദ്യാർത്ഥികളോട് എപ്പോഴെങ്കിലും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് അവരോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ റീലുകൾ. ഇപ്പം എൻ്റെ കഴിഞ്ഞ ദിവസത്തെ കുറേ ഫീഡുകളിൽ വന്നിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ബോയ്സ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗിൽ വന്നിരിക്കുന്ന കുറേ അധികം റീലുകളാണ്. സിനിമകളിലെ ക്രൈം അല്ലെങ്കിൽ വയലൻസിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ എടുത്തിട്ട് അത് മാത്രമായിട്ട് വിദ്യാർത്ഥികളിലേക്ക് അല്ലെങ്കിൽ അത് കാണുന്ന ആളുകളിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതല്ലേ നിരന്തരം കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഈ പറയുന്ന സെൻസർ ചെയ്യാനുള്ള വഴിയില്ല. അപ്പോൾ ആ സെൻസറിങ് എവിടെയാണ് നടക്കേണ്ടത്? അവനവൻ്റെ തെരഞ്ഞെടുപ്പിലാണ്. അതിനുള്ള സാധ്യത അവശേഷിപ്പിക്കുന്നില്ല. അവിടെ
അവിടെ നമ്മളിതിൻ്റെ ഉത്ഭവത്തിലേക്ക് കൂടി കിടക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം 90s കിഡ്സിലെ ഒരുപാട് മാതാപിതാക്കൾ, 90s കിഡ്സിലെ ഒരുപാട് പേർ കല്യാണം കഴിച്ച് വരുന്ന മാതാപിതാക്കളാണ്. അവർ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കോക്കോ മെലൺ കാണിച്ചും ബേബി ഷാർക്ക് കാണിച്ചുമാണ്. ആ കുട്ടികൾ പിന്നീട് എന്താണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയമായിട്ട് എടുക്കുക? അവർ നാച്ചുറലി മൊബൈൽ ഫോണുകളെയാണ് ആശ്രയിക്കുക. മൊബൈൽ ഫോണുകളിൽ എന്താണ് വരുന്നത്? വയലൻസ് ആണ് വരുന്നത്. എത്ര പാരൻസ് റിയൽ പ്ലേ ഗ്രൗണ്ടുകളിൽ കുട്ടികളെ കൊണ്ടുപോയി കളിപ്പിക്കാൻ ശ്രമം എടുക്കുന്നുണ്ട്? എത്ര പേര് അതിനുള്ള എഫേർട്ട് എടുക്കുന്നുണ്ട്? എത്ര പാരൻസ് ഈ സോഷ്യൽ മീഡിയ സ്പേസിന് അപ്പുറത്തേക്ക് നമ്മുടെ ലൈഫിൽ ഒരു സന്തോഷമുണ്ട്. ഒരു മൗണ്ടൈൻ ഹൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സന്തോഷം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പൂളിലെ ഒരു സ്ട്രെച്ച് തൊട്ട് മറ്റേ സ്ട്രെച്ച് നീന്തുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടുന്നുണ്ടെന്ന് പറയാൻ എത്രമാത്രം ഇൻ ഗ്രൗണ്ട് റിയാലിറ്റി എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കുട്ടികൾക്ക് പലപ്പോഴും ഉപദേശങ്ങൾ ഇഷ്ടമാവാത്തത് അത് അവരുടെ ഭാഷയിലേക്ക് കൂടി അതിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റാതാവുമ്പോഴാണ്. അപ്പോഴാണല്ലോ ഈ തന്ത വൈബൊക്കെ കയറി വരുന്നത്. തീർച്ചയായും സിനിമകളിലെ വയലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ സിനിമയിലെ മാത്രം വയലൻസായി അതിനെ ഉൾക്കൊള്ളിക്കാനാവില്ല. പലപ്പോഴും പല മുതിർന്നിടത്തിരിക്കുന്ന ആളുകളും അല്ലെങ്കിൽ പല മെച്ചുവേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പറയേണ്ട ആളുകൾ പോലും പലപ്പോഴും വയലൻസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് ആക്രമണം കൂടുതലുള്ള രീതിയിലാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പറയുന്നത്. റെസ്പോൺസിബിൾ ആവേണ്ടത് അവരാണ്. അവരെ കണ്ടു തന്നെയാണ്, ഒരു ജനറേഷനെ കണ്ടു തന്നെയാണ് ജെൻസിയും ആൽഫയും ഒക്കെ പഠിക്കുന്നത്. അവർ മുമ്പത്തെ ജനറേഷൻ വെച്ച് വളരെ വളരെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള വേർഷനായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പല കുട്ടികളും 18 വയസ്സിലും 19 വയസ്സിലും അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വെച്ച് അവരുടെ റീൽസ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചിട്ട് അവർ ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. അവർ പുതിയ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് അവർ ഫിലിം മേക്കേഴ്സ് ആവുന്നു, റൈറ്റേഴ്സ് ആവുന്നു, പോയറ്റ്സ് ആവുന്നു, ഡിസൈനേഴ്സ് ആവുന്നുണ്ട്. ആളുകൾ എന്താ പറയുക യാത്രകളിലൂടെ മാത്രം അവരുടെ ജീവിതത്തിലേക്ക് ഒരു സാക്ഷാത്കാരം കണ്ടുപിടിക്കുന്ന ഒരു ജനറേഷൻ വളർന്നു വരുന്നുണ്ട് ജെൻസിയിൽ. ഇതിനെയൊക്കെയും ഇവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പം കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കുട്ടികൾക്ക് മനസ്സിലാവുന്ന അവരുടെ ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലുക, അവരിലേക്ക് അവരുടെ രീതിയിലേക്കുള്ള ഉപദേശങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ വിചാരിക്കുന്നത്. വളരെ കൃത്യമാണ് വിഷ്ണു. അത് നമ്മുടെ ഭാഷ കേട്ട് ഭാഷ പഠിച്ച കുട്ടികളല്ല, നമ്മൾ അവരുടേത് കേട്ട് പഠിക്കേണ്ട കാലത്താണ് ജീവിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പറയുന്നത് കേട്ട് അമ്മ അച്ഛൻ എന്ന് പറഞ്ഞു പഠിച്ച കുഞ്ഞുങ്ങൾ ഇന്ന് പറയുന്ന ഭാഷ നമുക്ക് മനസ്സിലാകാതിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ അറിയില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മറ്റൊരു സംഭവം എന്ന് പറയുന്നതും നമുക്കതിൻ്റെ മുന്നോട്ട് പോക്കിലത് സംസാരിക്കാം. നമ്മൾ എത്രത്തോളം സമയം കൊടുക്കുന്നുണ്ട് നേരത്തെ മിനിസ്റ്റർ പറഞ്ഞു. അതിൻ്റെ കാരണങ്ങളെ കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുമുണ്ട്. ശ്രീ ഇസ്മയിൽ, ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ക്രിമിനൽ വാസന എന്ന് നമുക്ക് മൊത്തത്തിൽ പറയാം എന്നത് ശരിയാണ്. പക്ഷെ അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞു ഒരു കുട്ടി എന്ന് പറയുന്നത് നല്ല കുട്ടിയാണ്. ഒരു കൂട്ടം കുട്ടികൾ ചേരുമ്പോൾ നിയമത്തിന് നിരക്കാത്തതോ മനുഷ്യത്വത്തിന് നിരക്കാത്തതോ ആയ ഒരു കാര്യം സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ആലോചന വരികയാണെങ്കിൽ ഒരാൾക്ക് പോലും അതിലൊരു എതിരഭിപ്രായം ഉണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ശ്രീ ഇസ്മായിൽ? നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളിൽ നമ്മളിൽ പലർക്കും തന്നെ ഒരു കൂട്ടുത്തരവാദിത്തമുണ്ട്. അധ്യാപകരായ ഞങ്ങൾക്കുണ്ട്, അതേപോലെ രക്ഷിതാക്കൾക്കുണ്ട്, അതേപോലെ തന്നെ സമൂഹത്തിനുമുണ്ട്. അധ്യാപകരായ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ഞങ്ങളും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് നിലനിൽക്കുന്നു എന്ന വസ്തുത ഏറെക്കുറെ ശരിയാണ്. എന്നാൽ ഞങ്ങൾക്ക് ക്ലാസ് റൂമുകളിൽ അനുഭവപ്പെടുന്ന ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കുട്ടികൾ കൂടെ ഉണ്ട് എന്നുള്ള ഒരു സന്തോഷകരമായ ഒരു സാഹചര്യവും ഞങ്ങൾക്കുണ്ട്. തുറന്ന സമീപനമാണ് കുട്ടികൾ പലപ്പോഴും കാണിക്കുന്നത്. ചില സമയത്ത് അവർക്ക് അവരുടേതായ ഒരു ലോകം ഉണ്ടാകുന്ന സമയത്ത് അവിടെയാണ് കുട്ടികൾ, അതല്ലാതെ ഞങ്ങളുടെ സ്വന്തം സ്കൂളിലോ ക്ലാസ് റൂമുകളിലോ സ്കൂളിൻ്റെ അന്തരീക്ഷത്തിലോ ഞങ്ങൾക്കൊരു പ്രയാസകരമായ സാഹചര്യമില്ല. അല്ലാതെ പുറത്തേക്ക് എത്തുന്ന സമയത്താണ് ഇവർ ഒരു കൂട്ടമായി സ്വന്തമായ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു തെറ്റായ പ്രവണത കുട്ടികളിൽ ഉണ്ടാകുമ്പോൾ അത് ഒറ്റപ്പെട്ട രീതിയിൽ ആ കുട്ടിയെ മാത്രമായിട്ട് ഞങ്ങൾ സ്കൂളിലേക്ക് വിളിക്കുകയും സ്കൂളിലെ അധ്യാപകർ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ആദ്യം ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ അടുത്ത പടി എന്ന നിലയിൽ രക്ഷിതാക്കളോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ രക്ഷിതാക്കൾ അത് ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് ഏറെക്കുറെ സ്കൂളുകളൊക്കെ ഭംഗിയായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളെ ന്യായീകരിക്കുക എന്നൊരു പ്രവണത അധ്യാപകരിൽ ആദ്യം ഉണ്ടാകുന്നു. കാരണം ഈ സംഭവത്തെക്കുറിച്ച്, സ്കൂളിൽ നടന്ന സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ പുറത്ത് ഉള്ള ഒരു സംഭവത്തെക്കുറിച്ച് രക്ഷിതാവിനോട് വരാൻ പറയുന്ന സമയത്ത് ആദ്യം രക്ഷിതാവ് കാര്യങ്ങൾ കേൾക്കുന്നത് കുട്ടികളുടെ അടുത്ത് നിന്നാണ്. അവരിൽ നിന്ന് കേട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് വരുന്ന സമയത്ത് അതിനെ ന്യായീകരിക്കാനുള്ള ഒരു പ്രവണത ഇപ്പോൾ കൂടുതലുണ്ട്. അത് ചിലപ്പോൾ നിസ്സഹായാവസ്ഥയാവാം,
കാരണം മുമ്പുള്ള രക്ഷിതാവ് അധ്യാപകൻ പറഞ്ഞത് ശരി എന്ന് പറയുന്നതിന് പകരം ഇപ്പോൾ കുട്ടികളോടൊപ്പം നിന്ന് അവരെ ന്യായീകരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ചെറിയ കുടുംബമാകുകയും 1-2 കുട്ടികൾ മാത്രമുള്ള വീടുകളിലൊക്കെ തന്നെ അവരെ സംരക്ഷിക്കേണ്ട ഒരവസ്ഥയിലായി പോകുന്ന രക്ഷിതാക്കൾ വളരെ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് അവർ പറയുന്ന ന്യായീകരണങ്ങൾ അതേപടി വന്ന് അവയെ അത് അതേപടി തന്നെ അധ്യാപകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഷഹബാസിൻ്റെ ഈ സംഭവം നടന്ന സമയത്ത് അതിൻ്റെ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. കുട്ടികളുടെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ കുട്ടികൾ ഏറ്റുമുട്ടലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അക്രമ സ്വഭാവങ്ങളോ കാണിക്കുന്ന സമയത്ത് സമൂഹം അതിനോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളത് അത് തീർത്തും തെറ്റായ ഒരു പ്രവണതയാണ്. അധ്യാപകർക്കോ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കോ മാത്രമായി നിയന്ത്രിക്കാവുന്ന അവസ്ഥയിലല്ല, അല്ലെങ്കിൽ മാറ്റം വരുത്താവുന്ന അവസ്ഥയിലല്ല കുട്ടികളുടെ സാഹചര്യമുള്ളത്. നാട്ടിൽ അങ്ങാടികളിലാണെങ്കിൽ അങ്ങാടികളിൽ ഇവിടെയൊക്കെ തന്നെ സംഘം ചേർന്ന് നിൽക്കുന്ന കുട്ടികളുടെ പ്രവർത്തനങ്ങളെ പെട്ടെന്ന് തന്നെ അതിനോട് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം സമൂഹത്തിന് ഉണ്ടാകേണ്ടതുണ്ട്. ആ അടി നടക്കുന്ന സമയത്തും ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാർ അവിടേക്ക് വരികയോ പിടിച്ചു മാറ്റുകയോ ചെയ്യുന്ന ഒന്ന് നമ്മൾ ആ വീഡിയോയിൽ കാണുന്നില്ല. അതേപോലെ മറ്റെവിടെയെങ്കിലും സംഭവങ്ങൾ നടക്കുന്ന സമയത്തും സമൂഹം ആദ്യം കാഴ്ചക്കാരായി പോകുന്നുണ്ട്. ഈ കാഴ്ചക്കാരായി പോകുന്നതിന് പകരം ഇത് ഭാവിയിലേക്ക് വളർന്നു വരേണ്ട ഒരു കുട്ടിയാണെന്ന ബോധ്യത്തോടു കൂടി രക്ഷിതാക്കളോ സമൂഹവും അതിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. ഇറങ്ങി ഇടപെടുക എന്നുള്ളത് ഇവരിലൊരു മാറ്റമുണ്ടാക്കേണ്ട അല്ലെങ്കിൽ മാറ്റമുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഉള്ള ഗെയിംസ്, അതേപോലെ ഡ്രഗ്സിൻ്റെ അതിപ്രസരം, ഇതൊക്കെ കുട്ടികളുടെ സാമൂഹിക ഘടനയെ മാറ്റിയിട്ടുണ്ട്. ഞങ്ങളിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന്, രക്ഷിതാക്കളിൽ നിന്ന് മാറി നിന്നെങ്കിൽ മാത്രമേ ഇവയെല്ലാം അവർക്ക് സ്വായത്തമാക്കാനും അവരുടേതായ ഒരു ലോകത്ത് നിലനിൽക്കാനും സാധിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളിലേക്ക് ഇറങ്ങുക എന്നുള്ളത് മാത്രം എത്രത്തോളം ശരിയാകും, എത്രത്തോളം അത് സാധ്യമാകും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു ലോകം സൃഷ്ടിക്കണമെങ്കിൽ അവർ മീഡിയ, അതേപോലെ ഒരു അക്രമ സ്വഭാവമുള്ള വീഡിയോ ക്ലിപ്പുകൾ കാണുന്നു, അങ്ങനെ ഒരു വീരവാദം കാണിക്കുന്നു. അങ്ങനെ കാണിക്കുന്ന കുട്ടികൾക്ക് അവരുടേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് സ്വന്തമായ ഒരു സ്പേസ് കിട്ടേണ്ടതുണ്ട്. ആ സ്പേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ പലപ്പോഴും ഒറ്റപ്പെട്ട രീതിയിലേക്ക് മാറി നിന്നുകൊണ്ട് അവർ കൂട്ടമായി മാറുന്നത്. അത് പലപ്പോഴും നമ്മൾ രക്ഷിതാക്കളോ അധ്യാപകരോ കണ്ടെത്താനോ മനസ്സിലാക്കാനോ പെട്ടെന്ന് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. അതിൽ പലപ്പോഴും ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിച്ചതിന് ശേഷമായിരിക്കും ഞങ്ങളുടെ ശ്രദ്ധയിലേക്കൊക്കെ വരുന്നത് എന്നതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്ന ചില കാര്യങ്ങൾ. ശരി, ഞാൻ അങ്ങനെയൊക്കെ മറ്റു അതിഥികളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. സർ, ഇതൊരു വലിയ പ്രശ്നം. നമ്മളൊരു കോവിഡ് കഴിഞ്ഞ് വന്ന മനുഷ്യരാണ്. ഈ മൊബൈൽ അഡിക്ഷനാണ് കുഞ്ഞുങ്ങളുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ അതില്ലാത്ത ആരുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. 10-16 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് 40 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള ആളുകളാണ്. അവർക്ക് ഈ മൊബൈൽ അഡിക്ഷൻ ഇല്ലേ? അവരുടെ സമയം എന്ന് പറയുന്നത് അവരുടെ ജോലികൾക്കിടയിൽ, ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ കിട്ടുന്ന സമയത്താണല്ലോ നമ്മൾ സാധാരണ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാറ്. പക്ഷെ ആ സമയത്ത് നമ്മുടെ കയ്യിലും ഈ പറയുന്ന മൊബൈലും അതിനുള്ളിൽ നിന്ന് നമ്മുടെ ഫീഡിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയവുമുണ്ട്. അവിടെയെല്ലാം നമ്മൾ കുഞ്ഞുങ്ങളെ എന്താണ് ചെയ്യുന്നത് എന്ന കാര്യത്തിലേക്ക് ഒറ്റയ്ക്ക് പറഞ്ഞയക്കുകയാണ്. ഇതിൽ നമുക്ക് എത്ര ഫോട്ടോ എടുക്കാൻ പറ്റും? ഇതിലെന്താ പറഞ്ഞാൽ കോവിഡിന് ശേഷം നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, മുമ്പ് കേരളത്തിലെ കുട്ടികൾ ഏർപ്പെടുന്ന കൊലപാതകങ്ങൾ 16 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ആയിരുന്നു എല്ലാ കേസും. 2020 വരെയൊക്കെയുള്ള എല്ലാ കേസും 16-ന് മേലെയുള്ള കുട്ടികളായിരുന്നു ഇടപെടുന്നത്. പക്ഷേ കോവിഡിന് ശേഷം 2022, 23, 24, ഇപ്പോൾ 25 നോക്കുമ്പോൾ 16-ന് താഴെയുള്ള 14 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളും കൊലപാതക കേസിലെ പ്രതികളായിട്ട്, നമ്മൾ അക്യൂസ്ഡായിട്ട് വരുന്ന ഒരു സാഹചര്യം കേരളത്തിൽ കടന്നു വരുന്നു. ഇന്നുൾപ്പെടെ കഴിഞ്ഞ ദിവസത്തെ നമ്മൾ 27-ാം തീയതിയത്തെ താമരശ്ശേരി സംഭവം ഉൾപ്പെടെ കാണുന്നത് 16-ന് താഴെയുള്ള ആളുകളാണ് ഈ കേസുകളിലെ എല്ലാം കുട്ടികളായിട്ട്, CCL അഥവാ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളായിട്ട് വരുന്നത്. ഇതിൽ മാത്രമല്ല, ഇതിലും അതോടൊപ്പം തന്നെ മറ്റ് കേസുകളിലും വരുന്ന കുട്ടികളിൽ വളരെ കാര്യമായിട്ട് കാണുന്ന ഒരു പ്രതിസന്ധി, നേരത്തെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ല ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്നൊക്കെ നമ്മൾ പറയുക 18 വയസ്സ് കഴിഞ്ഞ ആളുകളെ, മുതിർന്ന ആളുകളുടെ കാര്യത്തിലാണ്. പക്ഷെ കുട്ടികളുടെ കാര്യത്തിലും ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്, സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു സാധനം, ഇവോൾവിങ്
ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇവരിൽ വ്യക്തമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് കാണിക്കുന്ന സംഗതി എന്താ പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പ്രത്യേകിച്ച് ആൺകുട്ടികളാണിത് വളരെ പ്രകടമായി കാണുന്നത് എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ജെൻഡർ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നമ്മൾ വിചാരിച്ച പോലെയല്ല, ഇതിനേക്കാൾ മേലെയാണ്. ഇതെന്താ വെച്ചാൽ ആണത്തം കാണിക്കുക, ധീരത കാണിക്കുക, ആ ആണത്തത്തെ തന്നെ ടോക്സിക്കായിട്ട് വിഷലിപ്തമായ രീതിയിലുള്ള ഇത് വരിക, ഇതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം, നമ്മൾ ഇതുപോലെ തന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു, ഷോപ്പിങ്ങിന് പോകുന്നു, പക്ഷേ ഒരു പുസ്തകം വായിക്കാൻ വേണ്ടി കുട്ടികളോട് വേണമെങ്കിൽ പറയും, പക്ഷെ നമ്മൾ വായിക്കില്ല. നമ്മൾ കൂടി പാരൻസും കൂടി വായിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ പാരൻസ് ടൗണിൽ പോകുമ്പോൾ ഒരു ബുക്ക് സ്റ്റാളിലും കൂടി ഷോപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് കയറുമ്പോഴല്ലേ ഒരു കുട്ടി ഒരു നോവലിലേക്ക്, ഒരു കവിതയിലേക്ക്, അല്ലെങ്കിൽ ഒരു സംഗീത പരിപാടി ഉണ്ടെങ്കിൽ കുട്ടിയെ കൂടി കൊണ്ടുപോകുമ്പോഴേ നമുക്ക് കുട്ടി അതിലേക്ക് എത്തിപ്പെടുള്ളൂ. അങ്ങനത്തെ ഒരു കൾച്ചർ ഇപ്പോൾ നാട്ടിൽ പോലും, ചെറിയ നാടുകളിൽ പോലും ഇത്തരം ഫെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ബഹളമയമായ കുറേ പരിപാടികൾ എന്നുള്ളതിനപ്പുറം വളരെ ലളിതമായ സംഗതികളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒന്നുകിൽ സെലിബ്രിറ്റീസ് വരുന്നു, അവിടെ ഒരു ബഹളം ഉണ്ടാകുന്നു, ആ ബഹളം കഴിഞ്ഞ് കാര്യങ്ങൾ അവസാനിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഈ നിരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് അതിനാവശ്യമായൊരു സാമൂഹ്യ ചുറ്റുപാടുണ്ടാകുന്നില്ല. കുടുംബത്തിൽ കുട്ടികളോട് വളരെ സോഫ്റ്റായിട്ട് ഇടപെടുന്ന സംവിധാനങ്ങൾ ഇല്ലാതാകുന്നു. അച്ഛനും അമ്മയും മൊബൈലിൽ നോക്കി നിരിക്കുന്നു, നീ പഠിച്ചോ, നീ വായിച്ചോ, നീ പുസ്തകം വായിക്കണം എന്ന് പറയുന്നതുകൊണ്ട് കാര്യമല്ലല്ലോ. ഇതെല്ലാം കൂടി പരസ്പര ബന്ധിതമായൊരു സംഗതിയല്ലേ. അപ്പോൾ ആ രീതിയിൽ ഒരു സാമൂഹ്യ മനഃശാസ്ത്രം വലിയ രീതിയിൽ താളം തെറ്റിപ്പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കോവിഡിന് ശേഷം കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ആ താളത്തെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പൂർണ്ണമായിട്ട് ഇതിനൊന്നും ഒഴിവാക്കാൻ കഴിയില്ല. പുതിയ പഠനങ്ങളും ആ പഠനങ്ങൾക്കനുസരിച്ചുള്ള ചില ഇടപെടലുകളും കൃത്യമായി നടന്നാൽ മാത്രമേ നമുക്ക് ഈ സംഗതിയെ മറിച്ച് ഒരു സംവിധാനമായിട്ട് കേരളത്തിൽ മാറ്റിയെടുക്കാൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലെന്താ പറഞ്ഞാൽ കുറച്ചുകൂടി കൃത്യമായിട്ട് ഒരു ദീർഘനാൾ പദ്ധതികളാണ് വേണ്ടത്. ഒറ്റ പദ്ധതികൾ, ചെറിയ ചെറിയ പദ്ധതികൾ, പോലീസിൻ്റെ ഒരു പദ്ധതി, വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഒരു പദ്ധതി, അങ്ങനെ ആ രീതിയിലല്ല, വളരെ ഗൗരവമായി 2-3 വർഷം നീണ്ടു നിൽക്കുന്ന പാരൻസും സ്കൂളും ഈ പറയുന്ന പൊതുസമൂഹവും സർക്കാരും ഒക്കെ ചേരുന്ന, നാട്ടിലെ കായിക മേഖല ചേരുന്ന, നാട്ടിലെ കലാമേഖല ചേരുന്ന വലിയ പദ്ധതികളിലൂടെ നമുക്ക് ഈ സംഗതികളിലെ മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും സോഷ്യൽ മീഡിയ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല, ഈ പറഞ്ഞ മറ്റ് മീഡിയാസിനെയോ സിനിമയോ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. പക്ഷെ എല്ലാവരും കൂടി ചേർന്നുള്ള പുതിയ പദ്ധതികൾ നമുക്ക് രൂപപ്പെടുത്തി എടുക്കാൻ കഴിയും. തീർച്ചയായിട്ടും അതാണ് നമ്മളുടെ പ്രതീക്ഷ. ഓക്കെ, ശ്രീമതി രേഖ, ഇപ്പോൾ അങ്ങൊരു പെൺകുട്ടിയുടെ അമ്മ കൂടിയാണ്. നമുക്ക് ഈ സാറ് പറഞ്ഞതുപോലെ ജെൻഡർ ഒരു വലിയ പ്രശ്നമാണ്. അതിപ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ ആൺകുട്ടികൾ ഈ സമയത്ത് അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടി പരിണിത ഫലങ്ങളിൽ ഇരയാക്കപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് ഇത്രയും വലിയ അനീതി ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളിലും പെൺകുട്ടികൾ തന്നെയാണ്. എങ്ങനെയാണ് ഈ പറയുന്ന അനീതിയെ, ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന സ്വഭാവ വൈചിത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പെൺകുട്ടികളെ എക്യുപ്ഡ് ആക്കാൻ കഴിയുക? തീർച്ചയായിട്ടും അത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് പെൺകുട്ടികളാണ്. ഇതിന് ഇരയായതും മറ്റൊരു പെൺകുട്ടി എന്നുള്ള നിലയിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ പെൺകുട്ടികൾക്കിടയിൽ ഉണ്ടാവേണ്ട കൂടപ്പിറപ്പ്, സാഹോദര്യം എന്നുള്ള ചിന്ത, അതൊരു വളരെ മൂല്യം നിറഞ്ഞതാണ്. അത്തരം ചിന്തകൾ ഇല്ലാതെ പോയതാണ് ഇത്തരം ഒരു പ്രശ്നങ്ങളിലേക്ക് ഉണ്ടായൊരു കാരണം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പെൺകുട്ടികളിൽ ഇത്തരം മാനസിക വളർച്ച ഇല്ലായ്മയുടെ ഭാഗം മാത്രമല്ല, എനിക്ക് മുന്നേ സംസാരിച്ച കുറേ ആളുകൾ, ബഹുമാനപ്പെട്ട ആ ആളുകളെല്ലാം പറഞ്ഞതുപോലെ നമ്മുടെ രക്ഷിതാക്കളിൽ നിന്നും നമ്മൾ രക്ഷിതാക്കൾക്ക് കൊടുക്കേണ്ട കുറേ പങ്കും കാര്യങ്ങളും എല്ലാം തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അധ്യാപക മൂല്യങ്ങളെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ ഏറ്റവും വളരെ ശ്രദ്ധിക്കപ്പെട്ട എൻ്റെ ഉത്തരത്തോട് ബന്ധപ്പെടുത്തി എനിക്ക് പറയേണ്ടുന്ന ഒരു കാര്യമുണ്ടായത്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സംസാരിച്ചപ്പോൾ അധ്യാപകൻ എന്ന് പറയുന്നത് സമൂഹത്തിന് ഒരു മൂല്യം നൽകേണ്ട, കുട്ടികൾക്ക് ഒരു മാർഗദർശനം നൽകേണ്ടവരാണെന്ന് തീർച്ചയായിട്ടും പറയുകയുണ്ടായിട്ടുണ്ട്. ഈ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നമ്മൾ രാവിലെ മുതൽ അധ്യാപകരുടെ കീഴിലാണ് അവരെല്ലാം വളർന്നു വരുന്നതും. ഇവരെല്ലാം കൊടുക്കുന്ന മികച്ച വിദ്യാഭ്യാസം, മികച്ച മൂല്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കുട്ടികൾ തക്കതായ വിദ്യാഭ്യാസ ശിക്ഷണ നടപടികളിൽ നിന്ന് ഒരു മൂല്യം ഉൾക്കൊണ്ട് സമൂഹത്തിന് ഉത്തരവാദിത്വമുള്ള പൗരന്മാരായി വളർന്നു മാറേണ്ടത്.
ഇത്തരം ഒരു സാഹചര്യമല്ല എൻ്റെ മകൾ പഠിച്ചിരുന്ന തെങ്ങോട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഉണ്ടായിരുന്നത്. അവരുടെ പ്രധാന അധ്യാപകനായിരുന്ന ശ്രീകാന്ത് എന്ന് പറയുന്ന സാറും ശ്രീമതി ജിഷ എന്ന് പറയുന്ന ക്ലാസ് ടീച്ചറും ഉൾപ്പെടെ അവരിലേക്ക് പകർന്നു കൊടുത്ത തെറ്റായ നോളജാണ് അവരെ ഇത്തരം പ്രേരണകളിലേക്ക് വളർന്നു കൊടുത്തത്. എല്ലാ അധ്യാപകരെയും സമൂഹത്തിൻ്റെ കുറ്റക്കാരാണെന്ന് ചിത്രീകരിക്കുവാനല്ല ഞാൻ ഈ ടോക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. ദയവായി നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ തെങ്ങോട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഉണ്ടായിരുന്ന ഈ അധ്യാപകരുടെ ഇത്തരം ഹീനത നിറഞ്ഞ പ്രവൃത്തികളിൽ, അതായത് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം എന്ന് മറ്റൊരു അധ്യാപകൻ നേരത്തെ നമ്മളോട് പറഞ്ഞു. അതായത് നമ്മൾ ആ കുട്ടികളെ ചേർത്ത് നിർത്തുമ്പോൾ മാത്രമേ, തെറ്റ് ചെയ്താൽ ശിക്ഷിച്ച് നടപടിയെടുത്ത് ആ കുട്ടികളെ ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ, ശിക്ഷണത്തിന് ഇരയാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന വലിയ അപകടം ആ സ്കൂളിൽ തന്നെ ഒഴിവാക്കാമായിരുന്നു. അപ്പം അത്തരം മൂല്യമുള്ള ഒരു ക്ലാസ് ആ അധ്യാപകരിൽ നിന്ന് ഈ കുട്ടികൾക്ക് പകർന്നു കിട്ടിയില്ല. അതുകൊണ്ട് മാത്രമാണ് 6 കുട്ടികൾ അടങ്ങുന്ന ആ സ്കൂളിൽ, 6 പെൺകുട്ടികളും 11 ആൺകുട്ടികളും അടങ്ങുന്ന ആ സ്കൂളിൽ ഈ മറ്റുള്ള പെൺകുട്ടികളിൽ നിന്ന് എൻ്റെ മകൾക്ക് ഇത്തരം അനുഭവം നേരിടേണ്ടി വന്നത് എന്ന് ഞാൻ ചേർത്ത് പറയുകയാണ്. ഇത്തരം മാനസിക വൈകല്യങ്ങൾക്ക് നമ്മൾ വളം വെച്ചു കൊടുത്തത് അതേ സ്കൂളിലെ മൂല്യം പകർന്നു കൊടുക്കേണ്ട ഇത്തരത്തിലുള്ള അധ്യാപകരാണ്. അപ്പം അതിലൂടെ നമ്മൾക്ക് സമൂഹത്തിലേക്ക് നൽകേണ്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, അവരുടെ പ്രായം വല്ലാത്ത പ്രായം എന്ന് തന്നെ നേരത്തെ എനിക്ക് മുന്നേ സംസാരിച്ച ഒത്തിരി പ്രഭാഷകരും ആൾക്കാരെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിലൂടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം, പ്രായം കടന്നു പോകും തോറും, നമ്മളിപ്പം മാഡം തന്നെയാണെങ്കിലും സംസാരിച്ചപ്പോൾ പറഞ്ഞു, അവർ നോക്കുന്നതെല്ലാം നമ്മൾ പകർന്നു കൊടുക്കേണ്ട മൂല്യമാണെങ്കിലും അവർ നോക്കുന്നതും എല്ലാം ഇപ്പോഴത്തെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും അവർ ഉൾക്കൊണ്ട് പോകുന്നുണ്ട്. ഒരു നാണയത്തിൻ്റെ 2 വശം എന്ന് പറയുന്നത് പോലെ തന്നെ നന്മയും തിന്മയുമുണ്ട്. തിരിച്ചറിവ്, നല്ലത് ഏത് ചീത്ത ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പ്രായത്തിലാണെങ്കിൽ കൂടി തെറ്റ് ചെയ്ത വിദ്യാർത്ഥികളായാലും നമ്മുടെ മക്കളായാലും ശിക്ഷ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത്തരത്തിൽ നമ്മുടെ മക്കളാണ്, എൻ്റെ മകളാണ്, എൻ്റെ മകൾ തെറ്റ് ചെയ്യില്ല എന്ന് കൂടുതൽ നമ്മൾ അവരെ ചേർത്ത് പിടിച്ചു നിർത്തി പറഞ്ഞാൽ ആ കുട്ടി തെറ്റ് ചെയ്തിട്ട് നമ്മളോട് മറയ്ക്കുകയാണ് ചെയ്തത്. ഇത്തരം സംഭവങ്ങൾ തന്നെയാണ് ആ സ്കൂളിൽ അരങ്ങേറിയിട്ടുള്ളത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും നല്ലവരായ എല്ലാവരും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പെൺകുട്ടികളുടെ ഒരു കൃത്യങ്ങൾക്ക് ഇരയായിട്ടുള്ള ഈ പെൺകുട്ടിയാണെങ്കിലും മറ്റു പെൺകുട്ടികളാണെങ്കിലും അനുഭവിക്കുന്ന ഒരു മാനസിക പീഡന നിലവാരം വളരെ മോശമാണ്. അതായത് പഠിക്കേണ്ടുന്ന ഈ പ്രായത്തിൽ പാഠപുസ്തകങ്ങളിലെ പഠിച്ച് നല്ലൊരു തലമുറയിലേക്ക് പോകേണ്ടുന്ന ഈ സാഹചര്യത്തിൽ അവർ കാട്ടിക്കൂട്ടുന്ന ഇത്തരം വികൃതികൾ സമൂഹത്തിന് നൽകുന്ന തെറ്റായ ദിശകളെ പകർന്നു കൊടുക്കേണ്ടുന്ന തരത്തിലേക്കുള്ളതാണ്. ഇത്തരം അധ്യാപക രീതിയിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ളതാണ്. ഇത്തരം കുട്ടികളുമായി നിരന്തരം ഇടപെടുന്നവരാണ്. നേരത്തെ അങ്ങ് തന്നെ പറഞ്ഞു തുടങ്ങിയതുപോലെ മാതാപിതാക്കൾ ഏറ്റവും അധികം വിശ്വസിച്ച് അയക്കുന്നതും സ്കൂളിലേക്കാണ്, അധ്യാപകരെ തന്നെയാണ്. അവിടെ എന്തെങ്കിലും തരത്തിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതുമാണ്. തീർച്ചയായും നമ്മൾ അധ്യാപകരെ തന്നെയാണ് ഒരു രക്ഷിതാക്കൾ നമുക്ക് പൂർണ്ണമായി കുറ്റം പറയാൻ കഴിയില്ല. എന്തെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. സ്വാഭാവികമായും അങ്ങ് അത്രയും വലിയ അനീതികരിയായ ഒരു കുട്ടിയുടെ മാതാവ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ പരിശോധന വേണ്ടതാണ്. നല്ലവരായ എല്ലാ അധ്യാപകരെ അടപടലമല്ല ഞാൻ പറയുന്നത്. ശരി, അത് മനസ്സിലായി. ഓക്കെ, ഒരിടവേള, തിരിച്ചു വരാം. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. വിഷ്ണു ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളോട്, പുതിയ തലമുറയിലെ ആളുകളോട്, അവരെ സ്വാധീനിക്കുന്ന ആളുകളോടൊക്കെ നിരന്തരം സംസാരിക്കുന്ന ആളാണ്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ സന്തോഷത്തിനെയും ആഘോഷത്തിനെയും ഒക്കെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാനും ആളുകളെ സന്തോഷിപ്പിക്കാനും കുട്ടികളെ സന്തോഷിപ്പിക്കാനും ഒക്കെയാണ് ശ്രമിക്കാറുള്ളത്, അല്ലേ? എവിടെ വെച്ചാണ് നമ്മൾ ഈ കുട്ടികളുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുക? ഈ നമ്മൾ കാണുന്ന സന്തോഷത്തിനും ആഘോഷത്തിനും അപ്പുറത്ത് ഒരു ക്രിമിനൽ സ്വഭാവം വളർന്നിട്ടുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയും? കാരണം ഏറ്റവും കൂടുതൽ നല്ല മുഖമല്ലേ കുട്ടികളാണെങ്കിലും പ്രകടിപ്പിക്കുക. ഇതിനൊരു സാഹചര്യം വരുമ്പോഴല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും അതിനെ ആവിഷ്കരിക്കുകയും അതിനുവേണ്ടി പരിശീലിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് അവരുടെ അറിവിനെ ഏത് വിധത്തിലാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എവിടേക്കാണ് അത് അലൈൻ ആവുന്നത് എന്നത് കുറച്ചും കൂടി എവിടെയാണ് അവരുടെ ക്രിമിനൽ സാധ്യത തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഇന്ന് നടന്ന ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം മാത്രം എടുത്താൽ അവർ വളരെ കൃത്യമായ ആ ഒരു ഗ്രൂപ്പ് ചാറ്റിനകത്ത് പറയുന്ന ഒരു വരിയുണ്ട്,
നമ്മൾ കൂട്ടായാണ് ഒരാളെ ആക്രമിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ മേലെ കേസ് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കൃത്യമായി നമ്മളെ ശിക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇത് എവിടുന്നാണ് വരുന്നത്? സോഷ്യൽ മീഡിയ സ്പേസസിലൊക്കെ പലപ്പോഴും ഒരു മോബായിട്ട് ഒരാളെ ആക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസ് എടുക്കില്ല എന്ന് ഇവരെവിടെയോ സോഷ്യൽ മീഡിയയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബ് സ്പേസിൽ നിന്നോ അല്ലെങ്കിൽ ചില ചർച്ചകളിൽ നിന്നൊക്കെ അത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി ആർജിച്ചെടുക്കുന്ന ഒരു അറിവ്, ഇപ്പം പല വിധത്തിലുള്ള ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്, ഒരുപാട് സിനിമകളുണ്ട്. ഈ സിനിമകളിൽ നിന്നൊക്കെ ഗൺസിനെ പറ്റി അറിയുന്നത് നല്ലതാണ്. പക്ഷേ ഈ ഗൺസ് ഉപയോഗിച്ചാൽ എത്ര റേഞ്ചിൽ ഒരാൾ മരണപ്പെടും, അല്ലെങ്കിൽ എത്ര റേഞ്ചിൽ ഈ പറഞ്ഞ ബുള്ളറ്റുകൾ തുളഞ്ഞ് പുറത്തേക്ക് വരുമെന്നൊക്കെയാണ് ഒരു കുട്ടി ചിന്തിക്കുന്നതെങ്കിൽ ആ കുട്ടിയോട് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. എന്താണ് നിനക്ക് അതിന് മാത്രം അതിനെ ഫാസിനേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നിനക്ക് അവൾക്കോ അവനോ എന്തുകൊണ്ടാണ് ബ്ലഡ്, വയലൻസ്, അല്ലെങ്കിൽ ഒരാളുടെ വേദന എന്താ ഒരാൾ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നതെന്ന് വരുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ, ഒരു കോൺവെർസേഷൻ ഉണ്ടാകും, അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ ഈ റൂട്ടിലൊക്കെ പോകുന്ന സമയത്ത് ചില കുട്ടികൾ, ഒരു 16-നും 20-നൊക്കെ ഉള്ള കുട്ടികൾ ഒരാവശ്യമില്ലാതെ ജീവികളെയൊക്കെ കല്ലെറിയും, വേദനിപ്പിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? എന്തായിരിക്കും അതിൻ്റെ പിന്നിലത്തെ ഒരു കാര്യമെന്ന് നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവില്ല. എന്തായിരിക്കും അവരതിന് പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു ജോയാണ് അതിൽ നിന്ന് കിട്ടുന്നതെന്ന്. ഇവിടെ നിന്നൊക്കെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെയൊക്കെ സ്പാർക്കുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങിങ്ങൊക്കെ ആയിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. അത് ആ കുട്ടികൾ എവിടെയൊക്കെയാണ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളെ വെച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്, അവരോട് സംസാരിക്കുകയാണ് വേണ്ടത്. അവരെന്താണ് ഇങ്ങനെ മാറുന്നത് എന്നുള്ളതിൻ്റെ ഒക്കെയുള്ള എല്ലാവിധത്തിലുള്ള ഒരു പ്രകടനവും അവർ കാണിക്കുന്നുണ്ട്. അവർ ഡെയിലി ലൈഫിൽ അത് നമ്മളോട് കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അത് നമ്മളാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത്. ഇപ്പം മാർക്കോനെ എല്ലാവരും, അല്ലെങ്കിൽ മാർക്കോയിലെ വയലൻസ് ആണ് ഇതിൻ്റെ എല്ലാം കാരണം, മാർക്കോ റിലീസായതാണ് കുട്ടികളിൽ ഇങ്ങനെ ആക്രമണം ഉണ്ടാക്കിയെന്നൊക്കെ പറയുമ്പോഴും ഇതിനു മുമ്പും ഈ പറഞ്ഞ പോലെ കുട്ടികളെ ഇങ്ങനെ ഈ വിധത്തിലുള്ള സിനിമകളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുട്ടികൾ അത് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആക്കാൻ തുടങ്ങി, കുറച്ചുകൂടി അതിനെ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ശരി, വളരെയധികം നന്ദി വിഷ്ണു. അപ്പോൾ മറ്റ് പാനലിസ്റ്റുകളൊക്കെ എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ആർക്കും സമ്പൂർണ്ണമായി മറ്റൊരാളെ ശ്രദ്ധിക്കാൻ കഴിയാത്ത സാമൂഹ്യ സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അടിസ്ഥാനപരമായി എന്താണ് ലോകം എന്നത് സംബന്ധിച്ചൊരു ധാരണയുണ്ടാവുക എന്നുള്ളതാണ് ചെറുക്കാനുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അധ്യാപകർ അവനവൻ്റെ ജോലി ചെയ്യുക എന്നതിനപ്പുറത്ത് ഇൻ്റർവെല്ലുകളിൽ നമ്മുടെ ഫോണിലേക്ക് നമ്മൾ പോകാറുണ്ട്. പാരൻസ് ആണെങ്കിൽ സ്വാഭാവികമായും നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ കാര്യം അങ്ങനെ വേണം താനും, അതിനും നമുക്കും ഈ പറയുന്ന മീ ടൈം പോലെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടതുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് കുട്ടികൾ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പൊതുവായ ഉത്തരവാദിത്തമാണ്. അവിടേക്ക് കുറച്ചുകൂടി ശ്രദ്ധ നിയമവും സംവിധാനവും മനുഷ്യരും സമൂഹവും ചെലുത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു തുടർ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.